നിങ്ങൾ മറുപടി പറയാതെ ഒളിച്ചോടരുത് ലിയാഖത്ത് അലി. ഒളിച്ചോടിക്കൊണ്ടാണ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ യൂട്യൂബിൽ ചെന്നിരുന്നുകൊണ്ട് ഉസ്താദ് റോസ്റ്റിംഗ് നടത്തുന്നതെങ്കിൽ, ഇസ്ലാമിനെ അവഹേളിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു വളരെ മോശപ്പെട്ട മനുഷ്യനാണ് എന്ന് പറയേണ്ടി വരും. ലിയാഖത്ത് അലിയോടാണ് ചോദിക്കാനുള്ളത്. ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഇന്നിപ്പോൾ 10 ദിവസമായി. നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എന്റെ എല്ലാ വീഡിയോക്ക് നിങ്ങൾ പ്രതികരിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. പക്ഷെ നിങ്ങൾ എന്റെ വീഡിയോ എടുത്ത് കാണിച്ചുകൊണ്ട് ഷജീറിന് മറുപടി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്ത ഒരു വീഡിയോക്ക് ഒരു മറുപടി വീഡിയോ എന്ന രീതിയിലാണല്ലോ ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? നിങ്ങൾ എന്റെ ആ ചോദ്യത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ? ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആദർശത്തിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു ചോദ്യം, ആ ചോദ്യത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ നിങ്ങൾ അതിന് മറുപടി നൽകാത്തത്? നിങ്ങൾ എന്ന് പറയുന്നത് കേവലം ഒരു എക്സ് മുസ്ലിം അല്ലല്ലോ. നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കുകയും നിരന്തരമായിക്കൊണ്ട് ഇസ്ലാമിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾ ഈ ഇസ്ലാം ഉപേക്ഷിക്കുന്നതിന്റെ കാരണം എന്താണ്? പ്രവാചകൻ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഈ ഒരു അധ്യാപനങ്ങൾ അത് കളവാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയണ്ടേ? നിങ്ങൾ മറുപടി പറയാതെ ഒളിച്ചോടരുത് ലിയാഖത്ത് അലി. ഇന്നാണ് എനിക്ക് ഒരു സുഹൃത്ത് ഫേസ്ബുക്കിലെ ഒരു വീഡിയോയുടെ ലിങ്ക് എനിക്ക് അയച്ചു തരുന്നത്. വാട്സപ്പിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ലിങ്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഷജീർ പുളിക്കലിൻ്റെ ഒരു വീഡിയോ ആണ്. ഷജീർ പുളിക്കലിൻ്റെ വീഡിയോ ലിയാഖത്ത് അലി നിങ്ങൾ ഒളിച്ചോടരുത് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. അത് കണ്ടപ്പം ഞാനൊന്ന് ഞെട്ടി. എന്താണ് ഇപ്പോൾ ഇത് സംഭവം? കേട്ടു നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിഷമവും സങ്കടവും ആ വിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഇടയിലൂടെ ഇങ്ങനെ ചെറിയൊരു നാമ്പ് പോലെ വരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നവും എല്ലാം കൂടെ കണ്ടത്. അപ്പോൾ നമ്മളെക്കുറിച്ച് ആലോചിച്ച് നമ്മളൊരു മറുപടി പറയുന്നതും കാത്ത് ഒരാളിരിക്കുകയും അദ്ദേഹത്തെ നമ്മൾ നിരാശനാക്കുകയും ചെയ്തു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ അവരർഹിക്കുന്ന മറുപടിയൊക്കെ നമ്മൾ കൊടുത്തിട്ട്, ചില ആൾക്കാരുണ്ട് നമ്മൾ ഓരോ ആളുകൾക്ക് ഓരോ പാകമുണ്ട്, ആ പാകത്തിന് നമ്മൾ കൊടുത്തു വിട്ടാൽ പോവില്ല, പിന്നെയും വരും. എന്താ ചെയ്യും? അപ്പൊ ഞാൻ ആ വീഡിയോ രണ്ടും അദ്ദേഹം ഇതിനു മുൻപ് എനിക്ക് നമ്മൾ പറഞ്ഞ മറുപടിക്ക് ഒരു മറുപടി എന്ന രീതിയിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഞാൻ ഇന്നാണ് കണ്ടത്. അതിന് മുൻപ് എനിക്കൊരാൾ ആ വീഡിയോ അയച്ചു തന്നത്. അപ്പൊ ഞാൻ അത് കേട്ട് നോക്കിയപ്പോൾ എനിക്ക് അതിനകത്ത് നമ്മൾ പറഞ്ഞതിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മറുപടി ഉള്ളതായിട്ട് തോന്നിയില്ല. പിന്നെ അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തോ ശരിയായ രീതിയിൽ മനസ്സിലായിട്ടില്ല എന്ന് തോന്നി. അപ്പൊ പിന്നെ അദ്ദേഹം സമയം എടുത്ത് ഒന്നുകൂടിയൊക്കെ കാണട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഷജീറിന് തീരെ മനസ്സിലാവാത്ത ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള പഴയ വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററി ഒക്കെ ഞാൻ ഇന്ന് വെറുതെ ഒന്ന് എടുത്തു നോക്കി. അങ്ങനെ അത്ര ഒരു അർജന്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. എനിവേ, അദ്ദേഹം എന്തായാലും ഇത്രയും വിശദമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഇത്രയും ആകാംക്ഷയോടുകൂടി നമ്മളുടെ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുക, നമ്മൾ മറുപടിയില്ലാതെ ഒളിച്ചോടി പോകുന്നു എന്നൊരു ആശ്വാസം, ഒരു സ്വപ്നം, അത് അദ്ദേഹം ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ നനച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മളത് പരിഗണിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ക്രൂരതയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുത്തത്. ഇതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല, കാര്യമായിട്ട് പറയാനുമില്ല. നമുക്ക് എല്ലാത്തിനും ഇപ്പൊ നമ്മൾ ഹാരിസ് മദനിയോടോ അനിൽ മുഹമ്മദിനോടോ മറുപടി പറയുന്ന പോലെ മറുപടി പറയേണ്ട ഒരു വ്യക്തിയല്ല എന്നെ സംബന്ധിച്ച് ഷജീർ പുളിക്കൽ. അദ്ദേഹത്തിന്റെ ആദ്യ വീഡിയോയിൽ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ സമയത്ത് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, അതായത് ഞാൻ പരസ്പര വിരുദ്ധമായി പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അത് നമുക്ക് ആ വീഡിയോയുടെ മറുപടിയിൽ പരിശോധിക്കാം. കാരണം ഞാൻ പറഞ്ഞ അദ്ദേഹം ഒരു നിഷ്കളങ്കനായ വിശ്വാസിയാണെന്നാണ്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വളരെ നിഷ്കളങ്കനായ ഒരു വിശ്വാസിയാണ്. നമ്മൾ ഈ പോസ്റ്റ് പർച്ചേസ് റാഷണലൈസേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതിന് വേറെന്തോ ഒരു പേര് കൂടിയുണ്ട്. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു വസ്തു വാങ്ങി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആവേശത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അടുത്ത സുഹൃത്ത് നമ്മളൊരു വസ്തു വാങ്ങാൻ പ്രേരിപ്പിച്ചു, നമ്മളൊരു സാധനത്തിൽ പോയി തലയിട്ടു എന്ന് വിചാരിക്കാം. നമ്മളാകെ തലയിട്ടു, നമ്മളെ തലയിലായി, നമ്മളെ മേലിലായി, അങ്ങനെ വെച്ചിരുന്നാൽ നമ്മളെ കയ്യിലുള്ളത് മോശമാണെന്ന് നാട്ടുകാരോട് പറയാൻ പാടുണ്ടോ? നാട്ടുകാർ അറിയാൻ പാടുണ്ടോ? ഇനി ഏതെങ്കിലും ആളുകൾ നിന്റെ കയ്യിലുള്ള ആ സംഭവം അത്ര കൊള്ളൂലോടാ എന്നാരെങ്കിലും നമ്മളോട് പറഞ്ഞാൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടുണ്ടോ? കാരണം നമ്മൾ പണം മുടക്കി മേടിച്ചത്, നമ്മളെ കൂട്ടുകാർ കൊണ്ടുപോയി കുണ്ടിലിറക്കിയത്, അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാർ നമ്മൾ അറിയാതെ നമ്മളെ തലയിലേ വെച്ച് തന്നത് എന്തു ആവാം, അത് ഭയങ്കര മികച്ചതാണെന്നും അതാണ് ഏറ്റവും മികച്ചത് എന്നും തള്ളി നടക്കുന്ന ആൾക്കാർ നമ്മളുടെ ഇടയിലൊക്കെ ചില സുഹൃത്തുക്കളുണ്ട്. ഇപ്പൊ അവരൊരു മൊബൈൽ ഫോൺ മേടിച്ചാൽ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ലോകത്ത് ഇന്ന് വരെ ഇറങ്ങിയതിലും വെച്ചിട്ട് ഏറ്റവും നല്ല മൊബൈൽ ഫോൺ ആ വ്യക്തിയുടെ കയ്യിൽ അപ്പോഴുള്ളതാണെന്ന് നമുക്ക് തോന്നും. അതുപോലെ ആയിരിക്കും പറയാ. ആ കമ്പനിക്കില്ലാത്ത അവകാശവാദങ്ങൾ വരെ ഇത് മേടിച്ച് കയ്യിൽ വെച്ച ആൾ പറയും. അതേപോലെ തന്നെ കുറെ കാലം കഴിയുമ്പോൾ അയാൾ അത് വിറ്റു, അല്ലെങ്കിൽ അത് കൊടുത്ത് ഒഴിവാക്കി എന്ന് വിചാരിക്കുക. ചിലപ്പോൾ അതിനേക്കാളും കുറഞ്ഞൊരു ഫോണായിരിക്കും പിന്നെ അദ്ദേഹം വാങ്ങുന്നതെന്ന് വിചാരിക്കുക. അപ്പം അയാൾ പറയും അന്ന് മേന്മ പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് പോരായിരുന്നു, അത് തീരെ പ്രശ്നം, അതിന് ഇന്ന പ്രശ്നങ്ങളായിരുന്നു, പക്ഷെ ഇപ്പം എൻ്റെ കയ്യിലുള്ളതുണ്ടല്ലോ അതാണ് ഏറ്റവും മികച്ചത്. ഇത് പറയും. ഇതങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഷജീർ പുളിക്കലിനോട് ഞാൻ 2-3 വിഷയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. ഷജീർ പുളിക്കൽ ചോദ്യങ്ങളിൽ കെണിയൊപ്പിച്ചു എന്നൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ, ഷജീർ പുളിക്കൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് മറുപടി പറയാൻ സാധ്യതയുള്ള ഒരാൾ എന്ന രീതിയിൽ തന്നെ ഷജീർ ആ കാര്യങ്ങൾ ഓർമ്മയുണ്ട്, നമ്മുടെ പഴയ അനുഭവങ്ങളൊക്കെ ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ നേരിട്ട് ഉത്തരം പറയാൻ കഴിയാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും നമുക്ക് ഉരുളാൻ ഗ്യാപ്പുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള ചില കൊനിഷ്ഠ അതിനകത്ത് ഒപ്പിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് നിങ്ങളൊരു അതിബുദ്ധി കാണിച്ചു, കൂർമ്മ ബുദ്ധി കാണിച്ചു എന്നുള്ള രീതിയിലല്ല.
അതങ്ങനെയാണ്. എന്നെ സംബന്ധിച്ച് ഷജീർ എന്ന് പറയുന്നത് ഇസ്ലാമിനകത്ത് കുടുങ്ങിപ്പോയ നല്ല മനസ്സുള്ള, നല്ല മനുഷ്യനായി ജീവിക്കണം എന്ന് ആഗ്രഹമുള്ള, ലോകത്ത് നമ്മൾ ഇന്ന് കാണുന്ന സകല നന്മകളുടെയും ഉറവിടം ഖുർആനാണെന്നും അള്ളാഹു ആണെന്നും മുഹമ്മദ് നബി പഠിപ്പിച്ചതല്ലാത്ത ഒരു നന്മയും ലോകത്തില്ല എന്നും വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് ഷജീറിനെ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്താനും ഷജീറിനോട് തന്നെയുള്ള സംശയങ്ങൾക്കുള്ള മറുപടി പറയാനുമാണ് ഷജീർ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഷജീർ നിഷ്കളങ്കനായിട്ടുള്ള ഒരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞത്. ഞാൻ അതും അങ്ങനെ തന്നെ പറയുന്നു, അതിൽ ഉറച്ചു നിൽക്കുന്നു. നമുക്ക് ഇന്ന് അദ്ദേഹത്തിന്റെ എന്താ പറയുക, അദ്ദേഹത്തിന്റെ ആ നിരാശയും സംഭവങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. നിങ്ങൾ മറുപടി പറയാതെ ഒളിച്ചോടരുത് ലിയാഖത്തലി. ഒളിച്ചോടിക്കൊണ്ടാണ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ യൂട്യൂബിൽ ചെന്നിരുന്നുകൊണ്ട് ഉസ്താദ് റോസ്റ്റിംഗ് നടത്തുന്നതെങ്കിൽ, ഇസ്ലാമിനെ അവഹേളിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു വളരെ മോശപ്പെട്ട മനുഷ്യനാണ് എന്ന് പറയേണ്ടി വരും. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ ഉസ്താദ് റോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും, ഞാൻ ഉത്തരം പറയാതെ ഒളിച്ചോടിയിട്ടില്ലെങ്കിലും, എന്ത് ചെയ്തില്ലെങ്കിലും, നമ്മൾ വെറുതെ പാട്ടും പാടി നമ്മൾ വീട്ടുകാരുമായിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ എൻ്റെ പാർട്ട്ണറുമായിട്ട് പുറത്തൊരു യാത്ര പോകുന്നു, അതിൻ്റെ ഒരു വീഡിയോ എടുത്തു, അല്ലെങ്കിൽ വെറുതെ കാറിന് 2 സീറ്റിലിരുന്നിട്ട് ഒരു റീൽസ് എടുത്തിട്ടാൽ കൂരു പൊട്ടുന്ന തരം വിശ്വാസികളുടെ നാട്ടിൽ നമ്മൾ ജീവിക്കുകയാണ്. നമ്മളെക്കുറിച്ച് ഇല്ലാ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ആര്? സാധാരണഗതിയിൽ വിശ്വാസികൾ. പക്ഷെ ഷജീർ നോക്കൂ, നമ്മൾ അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് മറുപടി കൊടുക്കാത്തതിലുള്ള പരിഭവം, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ നമ്മൾ ഒളിച്ചോടി പോവുകയാണോ എന്ന സന്ദേഹം, അതിന്റെ ഒരു സങ്കടം, വിഷമം, അങ്ങനെ നമ്മൾ ചെയ്യാതെ, അദ്ദേഹത്തെ പരിഗണിക്കാതെ നമ്മൾ ഉസ്താദ് റോസ്റ്റ് ചെയ്താൽ നമ്മൾ മോശക്കാരനാണെന്ന് അദ്ദേഹത്തിന് തോന്നും എന്ന് അദ്ദേഹം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര മാന്യനായ, എത്ര നിഷ്കളങ്കനായിട്ടുള്ള വിശ്വാസിയാണ് ഷജീർ എന്നതിന് വേറെ തെളിവൊന്നും വേണ്ട. ഞാൻ ഷജീറിനെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് പറഞ്ഞത്. എൻ്റെ നിഗമനങ്ങൾ ഒട്ടും തെറ്റിയിട്ടില്ല. കാരണം ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ മാത്രമാണ് ഷജീറിന്റെ കണ്ണിൽ ഞാൻ മോശക്കാരനാവുള്ളൂ. അതുകൊണ്ട് ഷജീറിന്റെ കണ്ണിൽ മോശക്കാരനായിട്ട് പിന്നെ ജീവിക്കേണ്ട ആഗ്രഹം എനിക്കില്ല. അതുകൊണ്ട് ഷജീറിന് മറുപടി തന്നിരിക്കും. ആദ്യം ഷജീർ ഇപ്പൊ മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്ത ഈ വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ മറുപടിയാണ് ഇപ്പൊ നമ്മൾ തരുന്നത്. ഷജീർ പറഞ്ഞു വെച്ച ഒരു മറുപടി ഉണ്ടല്ലോ, ആ മറുപടി കുറച്ച് സമയം വേണം, വിശദമായി പറയണം. ഷജീറിന് 1 മണിക്കൂറൊന്നും കേൾക്കാൻ സമയമില്ല എന്ന് പറയുന്നു. ഷജീർ പറയുന്നു പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഷജീർ പഠിക്കണമെങ്കിൽ ഇച്ചിരി സമയം മെനക്കെടുത്തണം, ആവേശം കുറക്കണം, ഒന്ന് റിലാക്സ് ആവണം, കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം, കേട്ടത് ഒന്നുകൂടി കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം, പറഞ്ഞതും കേട്ടതും തമ്മിൽ താരതമ്യം ചെയ്യണം, ചിന്തിക്കണം, കുറച്ചധികം പണിയെടുക്കണം. അല്ല, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും വേണം, നിങ്ങൾക്ക് പഠിക്കും വേണം, നിങ്ങൾക്ക് അറിയും വേണം. എന്തൊക്കെ അറിയണം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവിടെ പറയാം. അതിന് സമയം ചെലവഴിക്കണ്ടേ? ഞാനിത് ഇത്രയൊക്കെ നിങ്ങളുടെ വീഡിയോ കേട്ട് 2-3 തവണ കേട്ട് അത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് മറുപടി പറയാൻ പാകത്തിന് ഇടയിൽ ഗ്യാപ്പ് വെച്ച് അതിലേക്ക് നിങ്ങളുടെ ഒരു ചെറിയ പോസ്റ്റ് ഉണ്ടാക്കി തയ്യാറാക്കി അവിടെയൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് കാത്തിരുന്ന് ഈ ഉറക്കമൊഴിച്ച് നിങ്ങൾക്ക് വേണ്ടി ഇത് പറയുക, എന്നിട്ട് നിങ്ങൾ കേൾക്കാൻ സമയമില്ല, മറുപടി പറഞ്ഞാൽ നീണ്ടുപോകുന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്തൊരു അതാപാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സമാധാനത്തോടെ ഇരുന്ന് കേൾക്കുക, മറുപടി പറയും. നിങ്ങൾക്ക് മറുപടി പറയാത്തത് കൊണ്ട് നമ്മൾ മോശക്കാരനാവാൻ പാടില്ല, അതെനിക്ക് നിർബന്ധം. ലിയാഖത്തലിയോടാണ് ചോദിക്കാനുള്ളത്. ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഇന്നിപ്പോൾ 10 ദിവസമായി. നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? എൻ്റെ എല്ലാ വീഡിയോക്കും നിങ്ങൾ പ്രതികരിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. പക്ഷെ നിങ്ങൾ എൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചുകൊണ്ട് ഷജീറിന് മറുപടി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്ത ഒരു വീഡിയോക്ക് ഒരു മറുപടി വീഡിയോ എന്ന രീതിയിലാണല്ലോ ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? പറഞ്ഞല്ലോ, ഇതിനു മുൻപ് ഞാൻ കണ്ടിരുന്നു, ഒരാൾ എനിക്ക് അയച്ചു തന്നു, ഞാൻ കണ്ടു. അതിൽ പ്രതികരിക്കാനുള്ളതായിട്ട് ഒന്നും തോന്നിയില്ല ഷജീർ. ഓക്കെ, നിങ്ങൾ ആ പറഞ്ഞിടത്ത് തന്നെ, ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്താണ്, പഴയ സുഹൃത്ത്, ചെറിയ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കൂട്ടുകാരനാണ്. അപ്പോൾ അവനും അവൻ്റെ 1-2 സഹോദരിമാരുണ്ട്. അവർക്ക് പൊതുവിൽ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഇത് അവർ വ്യക്തിപരമായിട്ട് എടുക്കണ്ട, നമ്മളൊരു പഴയ കഥ ഓർമ്മിച്ചെടുക്കണം, ഒരു അനുഭവം, ബാല്യകാലത്തുള്ള ഒരു തമാശ ഓർമ്മിച്ചെടുക്കണം. അപ്പോൾ അവരോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനിപ്പം തെറ്റി, അല്ലെങ്കിൽ ഒരു കശാപിശ ഉണ്ടായി, നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്ന് വിചാരിക്കാം. അവർ പറയുന്നിടത്ത് ന്യായമില്ല എന്ന് വിചാരിക്കാം, നമ്മൾ പറയുന്നതാണ് ശരി എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ അവരെടുത്ത് പ്രയോഗിക്കുന്ന ഒരു തന്ത്രം എന്താ അറിയും? പോർക്ക് അവിടുന്ന് അറിയും. പോർക്ക് അവിടുന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടില് പോട ചെറുക്ക അവിടുന്ന് എന്നുള്ളതിന്റെ ഒരു ഷോർട്ട് ഫോമാണ് പോർക്ക് അവിടുന്ന്. അപ്പൊ നമ്മൾ എന്തെങ്കിലും വേറൊരു മറുപടി പറയാൻ തുടങ്ങി, അവിടുന്ന് പോർക്ക, അവിടുന്ന് പോ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും. നമ്മൾ പറയണതൊന്നും കേൾക്കൂല, നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല. കാരണം കയ്യിൽ നിന്ന് പോയി എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കയ്യിൽ നിന്ന് പോയി എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ഇങ്ങനെ പോർക്ക് അവിടുന്ന് പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ആ രീതിയിലാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. ഷജീറിനോട് എനിക്കുള്ള സ്നേഹം കൊണ്ട് പറയാണ്, ഷജീറിന് എന്നോടൊന്നും തോന്നരുത്. നമ്മളെ പഴയ അനുഭവങ്ങളൊക്കെ നമ്മളെത്തുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കാര്യമായ മറുപടി പറയേണ്ടതായിട്ട് അതിനകത്ത് ഇല്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ മറുപടി പറയണമെങ്കിൽ നമ്മൾ ഷജീറിന്റെ ആ ഒരു നിലവാരത്തിന്റെ താഴെ വന്നിട്ട് മറുപടി പറയണം. ഷജീറിന് മനസ്സിലാവാനുള്ള മറുപടി പറയണം. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ഇവിടെ വീഡിയോ ചെയ്യുന്നത് ആരെങ്കിലും പറയുന്ന വിഷയങ്ങളിൽ അതിന്റെ സാമൂഹ്യ പ്രസക്തി മനസ്സിലാക്കി, അതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മാനങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന, ഇത് വിശ്വസിക്കുന്ന, ഇത് പ്രചരിപ്പിക്കുന്ന, ഇത് ആളുകളെ ബാധിക്കുമ്പോൾ അത്തരം ബാധിക്കുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയൊരു ജനവിഭാഗത്തോട് ആ വ്യക്തി പറഞ്ഞ വിഷയത്തിൽ, ആ ആശയത്തിൽ എന്നെ മറുപടി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഇപ്പൊ MM അക്ബറിന്റെ ഒരു വീഡിയോക്ക് ഞാൻ മറുപടി പറയുന്നത് MM അക്ബറിന് മനസ്സിലാവാനേ അല്ല, MM അക്ബറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ല MM അക്ബറിന്റെ വീഡിയോക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. അതേ അളവിലാണ് ഷജീർ
എക്സ് മുസ്ലിമായ ഒരു മകനോട് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ എക്സ് മുസ്ലിമായ മക്കളുള്ള വാപ്പമാരോടും എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള വാപ്പമാര്, വിശ്വാസികളായിട്ടുള്ള മക്കളുള്ള ഭാര്യമാരുള്ള എല്ലാവരോടും പരസ്പരം ഒരു ആശയപരമായ ഒരു ചോദ്യം ഷജീർ ഉന്നയിക്കുമ്പോൾ ഷജീറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വിശദീകരിച്ചത്. ഷജീറിന് അറിയാലോ ആ അവസ്ഥയിൽ നിൽക്കുന്ന 100,000 ആൾക്കാർ വേറെ ഉണ്ടാവും, ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ടാവും. നമ്മളുടെ വീഡിയോ ഒരു ഷജീർ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഷജീറിനായിട്ട് ഒരു ഗൂഗിൾ മീറ്റ് നടത്തിയാൽ പോരെ, അല്ലെങ്കിൽ നമ്മളൊരു ഓൺലൈൻ ആണെങ്കിൽ പോലും പ്രൈവറ്റ് ആക്കിയിട്ട് ഷജീറിന് മാത്രം ലിങ്ക് ചെയ്ത് തന്നിട്ട് ക്ലാസ് എടുത്താൽ പോരെ. അങ്ങനെയല്ല, ഷജീർ ഉന്നയിച്ച ചില വാദഗതികൾ മഹാസംഭവമാണെന്ന് വിചാരിച്ച് ഷജീർ പൊക്കി വെച്ച ഒരു സാധനം, അതിന്റെ പൊള്ളത്തരങ്ങളും അതിന്റെ പ്രശ്നങ്ങളും അബദ്ധങ്ങളും അത്തരം ആശയം പേറി നടക്കുന്നവരും അത് പറയുന്നവരും ചോദിക്കുന്നവരുമായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടി അതൊന്ന് പരിശോധിച്ചു. അതവിടെ കഴിഞ്ഞു. അതാണ് ആ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഷജീർ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ മറുപടി പറഞ്ഞാൽ മുൻപ് എന്താണോ ഞാൻ പറഞ്ഞത് അത് തന്നെ ആയിരിക്കും. അത് തന്നെ ആയിരിക്കുന്നല്ല, അതിനെ കുറച്ചുകൂടി വിശദീകരിക്കേണ്ടി വരും. അത് തന്നെ ലെങ്ത് കൂടുതലാന്ന് ഷജീറിന്റെ അഭിപ്രായമുണ്ട്. 1 മണിക്കൂറിലധികം ഉണ്ട്. മനസ്സിലായി? അപ്പൊ ഷജീറിന്റെ 20 മിനിറ്റ് വീഡിയോ എന്നെ സംബന്ധിച്ച് അറിയാലോ, ഞാൻ ഇങ്ങനെ കട്ടെടുത്ത് മുറിച്ച് വെച്ചിട്ടുള്ള വീഡിയോ ചെയ്യലല്ല. നിങ്ങൾ പറഞ്ഞു പോകുന്ന ക്രമത്തിൽ കൃത്യം സ്ഥലത്ത് നിർത്താനുള്ളിടത്ത് നിർത്തി പറയാനുള്ളത് പറഞ്ഞ് അങ്ങനെ പോവാണ്. അപ്പൊ സമയം എടുക്കും, ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും, ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കും. ഇവിടെ ആളുകൾ സമയമുള്ള സൗകര്യമുള്ളവർ കാണും, അല്ലാത്തവർ പിന്നെ കാണും, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് വരും. അതൊന്നുമല്ല കാര്യം. അപ്പൊ ഇതാണ് എൻ്റെ ഒരു രീതി. അതുകൊണ്ടാണ് അതിന് മറുപടി പറയാതിരുന്നത്. പിന്നെ നമുക്ക് വേറെ പണിയൊക്കെ ഉണ്ടല്ലോ, അത് മാത്രം നോക്കിയിരുന്നാലും പറ്റില്ല. അപ്പൊ അതാണ് കാര്യം. പക്ഷെ എങ്ങനെ വീണ്ടും നിങ്ങൾ അങ്ങനെ മറുപടി പ്രതീക്ഷിച്ചിരുന്നു എന്നും അത് കിട്ടാത്തതിൽ നിങ്ങൾ നിരാശനാണ് എന്നും നിങ്ങൾ അതിൽ കുണ്ഠിതപ്പെടുന്നു എന്നും മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ പരിഗണിക്കും. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, ഈ വീഡിയോ ഷജീറിന് വേണ്ടിയിട്ടുള്ള വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതും ഇനി ഷജീറിന് കൊടുക്കുന്ന വീഡിയോയും ഷജീറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ബോറടിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങളത് വീഡിയോ തുടർന്ന് കാണണമെന്നില്ല. ഇത് ഷജീറിന് മറുപടി പറയാണ്, ഷജീറിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഷജീർ എന്നോട് നേരിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ സമയമില്ലാത്തതുകൊണ്ടോ സൗകര്യമില്ലാത്തതുകൊണ്ടോ ഒന്നും മനസ്സില്ലാത്തതുകൊണ്ടായിരിക്കും. അതെന്താവട്ടെ. അപ്പൊ ഇത് മുതൽ അങ്ങോട്ടുള്ള ഭാഗങ്ങൾ ഷജീറിനോടുള്ള പറച്ചിലാണ്. ഷജീറിന് മറുപടി പറയാണ്. കാരണം അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ വാപ്പ മോൻ കളി വേണ്ട, അത് കുറെ അങ്ങോട്ട് കൂടി പോയാൽ അത് കയ്യിൽ നിന്ന് പോകും, അപ്പൊ അത് വേണ്ട. പരസ്പര റെസ്പെക്റ്റോട് കൂടി ഷജീർ പുളിക്കൽ എന്ന് പറയുന്ന വിശ്വാസിയായിട്ടുള്ള സുഹൃത്തിനോട് ഉള്ള മറുപടിയാണ്. അപ്പം ഷജീറിനോട് പറയാനുള്ളത് അതാണ്. അപ്പൊ ഇനി നമുക്ക് ഷജീറിന്റെ ആ വാക്കുകൾ കേൾക്കാം. ഷജീർ ശ്രദ്ധാപൂർവം കേൾക്കണം. ഇത് ഞാനൊരു അങ്ങനെ ഒരു ഉപദേശം പോലെ പറയല്ല, ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ എൻ്റെ ആ ചോദ്യത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ, അഥവാ ഞാൻ ആ വീഡിയോയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആദർശത്തിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു ചോദ്യം, ആ ചോദ്യത്തെ ഭയപ്പെട്ടുകൊണ്ടാണോ നിങ്ങൾ അതിന് മറുപടി നൽകാത്തത്? പടച്ചോനെ പേടിയില്ലാത്ത ആളോടാണ് ഷജീറെ ഈ ചോദ്യം ചോദിക്കണമെന്ന് മനസ്സിലാക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഇടവും വലവും മലക്കിനെ കാവൽ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ, മരിക്കുന്ന സമയത്ത് ഭീകരമായ വേദനയിൽ മരിപ്പിക്കും, ഒരു ദയവില്ലാത്ത റൂഹ് വലിച്ചൂരും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച, മരണശേഷം കബറിൽ ഇരുമ്പ് ദണ്ഡുമായിട്ട് ചങ്ങലയുമായി വരുന്ന മലക്കുകളുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ള, നരകത്തിലിട്ട് പൊരിക്കും, ചീഞ്ചലം കുടിപ്പിക്കും, അല്ലെ, നാക്ക് വലിച്ചെടുക്കും, തൊലികൾ ഉരിഞ്ഞെടുക്കും, തീയിലിട്ട് ചുടും എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞ് ഭീകരനാക്കി ചിത്രീകരിച്ച് തന്നിട്ട് ആ അള്ളാനെ പേടിച്ചിട്ടില്ലാത്ത ആളോടാണ് ഷജീർ ചോദിക്കുന്നത്. ഷജീർ ചോദിച്ച ചോദ്യത്തെ പേടിച്ചോടുന്നു, മറുപടി ഇല്ല, മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഷജീറിനോട് മറുപടി പറയുന്നില്ല ആ വിഷയത്തിൽ. പിന്നെ അതിനിടയിൽ പറഞ്ഞൊരു കാര്യം, എന്ത്, ഇസ്ലാമിന്റെ അടിസ്ഥാനമായ ഒരു ചോദ്യം. ഇസ്ലാമിന് അങ്ങനെ ഒരു അടിസ്ഥാനമില്ല. ഇസ്ലാമിന് ഷജീറിന്റെ ചോദ്യത്തിൽ ഊന്നിയ തരത്തിലുള്ള ഒരു അടിസ്ഥാനമില്ല. അത് വിശദമായിട്ട് ഷജീറിനുള്ള മറുപടിയിൽ പറയാം, ഇപ്പോഴല്ല. ഓക്കെ, നിങ്ങൾ എന്ന് പറയുന്നത് കേവലം ഒരു എക്സ് മുസ്ലിം അല്ലല്ലോ. നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കുകയും നിരന്തരമായിക്കൊണ്ട് ഇസ്ലാമിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ലിയാഖത്ത് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയണ്ടേ നിങ്ങൾ ഈ ഇസ്ലാം ഉപേക്ഷിക്കുന്നതിന്റെ കാരണം എന്താണ്? പ്രവാചകൻ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഈ ഒരു അധ്യാപനങ്ങൾ അത് കളവാണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ് എന്ന് നമുക്കറിയണ്ടേ? അതറിയാലോ, ഷജീറിന് അറിയാലോ ഞാൻ എന്തുകൊണ്ടാണ് മതം ഉപേക്ഷിച്ചത് എന്നും. ഈ മതം, ഇസ്ലാം എന്ന് പറയുന്ന മതം, മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ പഠിപ്പിച്ച, മാതൃക കാണിച്ച മതം, ആ മതം ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഒരു ശരാശരി മനുഷ്യന് പിന്തുടരാനോ പിൻപറ്റാനോ മാതൃകയാക്കാനോ കഴിയുന്നതല്ല എന്നും, ആ പ്രവാചകനിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന സാമൂഹ്യ രാഷ്ട്രീയ നിയമ വ്യവസ്ഥിതി, ജീവിത പദ്ധതി, സമ്പൂർണമായ ജീവിത പദ്ധതി എന്ന രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന മതം തൊട്ടു നോക്കാൻ പോലും കഴിയാത്തത്രയും മാനവിക വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായ നിയമങ്ങളാൽ സമ്പുഷ്ടമാണ് എന്നും അത് മാനവികതയ്ക്കെതിരാണ് എന്നതും കൊണ്ട് ആ മതത്തിന്റെ ഭാഗമാവാനും അതിന്റെ അധ്യാപനങ്ങൾ സ്വീകരിക്കാനും അതിന്റെ പ്രവാചകനെ മാതൃകയാക്കാനും കഴിയില്ല എന്ന കാരണം കൊണ്ട് മതം ഉപേക്ഷിച്ച ആളാണ് ഞാൻ. ഷജീറിനോട് വളരെ വ്യക്തിപരമായിട്ട് തന്നെ ഈ വിഷയങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. 1-2 ഉദാഹരണങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം അടിമത്തമായിരുന്നു. സ്ലേവറി ഒരു പ്രശ്നമാണ് എന്ന് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലാത്ത ഒരു ദൈവം, അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പ്രവാചകൻ,
ആ സ്ലേവറി ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു പ്രവാചകൻ, ഒരു മതം. ആ അർത്ഥത്തിൽ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞിട്ടാണോ മുന്നോട്ട് വെക്കുന്നത്, ആ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം ഉണ്ടല്ലോ, ഭൂമിയിൽ മനുഷ്യർക്ക് നേർവഴി കാണിക്കാനും ധാർമ്മികമായ ജീവിതം സാധ്യമാക്കാനുള്ള ഏറ്റവും മികച്ച ജീവിത പദ്ധതി, നിയമം എന്നൊക്കെ പറയുന്നത്, അത് ആ അർത്ഥത്തിൽ വാലിഡ് അല്ല, ആ അവകാശവാദങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന ഉത്തമ ബോധ്യത്തിൽ ആ മതത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ നിയമങ്ങൾ ഉപേക്ഷിച്ച് സാധാരണ മനുഷ്യനായി മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അത് ആർക്കാ അറിയാത്തത്? ഇനിയും ഷജീറിന് മനസ്സിലായിട്ടില്ല. വ്യക്തിപരമായി ഞാനും ഷജീറും നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ ഷജീറിന് ഒരിക്കൽ കൂടി പരിശോധിക്കാവുന്നതാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. അടിമത്തവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ച ചോദ്യം, അതിന് മറുപടി പറയാതെയാണ് താങ്കൾ അവിടുന്ന് ഒഴിഞ്ഞു പോയത്, മാറിപ്പോയത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞതുപോലെ ഷജീർ ഇപ്പോഴും ഇസ്ലാമിനകത്ത് നിൽക്കുകയും ഇത് ഏറ്റവും മികച്ചതാണ് എന്ന് വാദിക്കുകയും ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ ഈ പോസ്റ്റ് പർച്ചേസ് റാഷണലൈസേഷന്റെ ഒരു ഉദാഹരണം കൂടി പറയാം. ഷജീറിന്റെ നിലവാരമനുസരിച്ച് ഷജീറിന്റെ വാദമനുസരിച്ച് ഷജീർ ഒരു വിവാഹം മാത്രം കഴിച്ചിട്ടുള്ളതിന്റെ കാരണം ഖുർആനിൽ ഒരു വിവാഹമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട് എന്നതാണ് ഷജീർ പറഞ്ഞത്. ഞാൻ ഷജീർ ഒരു നല്ല വ്യക്തിയാണെന്നും ഷജീർ ധാർമ്മിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നയാളാണെന്നും ഷജീർ ഒരു നന്മയുള്ള മനുഷ്യനാണ് എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, ഷജീർ ജീവിതത്തിൽ ആർജിച്ചിട്ടുള്ള ആധുനികമായ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഷജീർ പിൻപറ്റുന്ന സകല നന്മകളും നല്ല ചിന്തകളും ഒക്കെ ഇസ്ലാം കൊടുത്തതാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഷജീറിനോട് ഞാൻ ചോദിച്ചത് 4 ഭാര്യമാർ വരെ ആവാം എന്ന് ഇസ്ലാമിൽ അനുവാദമുള്ളപ്പോൾ ഷജീർ മറ്റൊരു വിവാഹം കഴിക്കാത്തത് എന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഷജീർ പറഞ്ഞത് എനിക്കതിന് താല്പര്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. എനിക്കൊരു ഭാര്യയിൽ മാത്രമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം, എനിക്ക് മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ നിലവിലുള്ള ഭാര്യയുമായിട്ട് ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തിലാണ് എന്ന കാരണമൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് സാമ്പത്തിക സ്ഥിതിയില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാവും. പക്ഷെ ഷജീർ എന്നോട് പറഞ്ഞത് ഖുർആനിലുള്ള നിയമം ഒരു കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. ഷജീറിന് എവിടുന്ന് കിട്ടി? അപ്പൊ ഷജീർ ചിന്തിക്കുന്ന നന്മ ഷജീർ ഖുർആനിൽ ആരോപിക്കുന്നു. നാഗവല്ലി അവിടെയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരാൾ അടങ്ങിയിരിക്കുന്നു, ഇതാണ് കാര്യം. അങ്ങനെയാണ് ഷജീർ അതിനെ റാഷണലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഷജീറിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. മുന്നോട്ട് പോകാം. ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടാണല്ലോ അതിന്റെ ദൈവിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. പ്രവാചകൻ ഒരു സൃഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ കാണുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളൊന്നും തനിയെ ഉണ്ടായതല്ല, ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രികനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രപഞ്ചാതീതമായ ഒരു മഹാശക്തിയെ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നുണ്ട്, നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ എന്താ പ്രശ്നം? മുഹമ്മദ് നബി ഈ വിഷയത്തിൽ എന്താണ് ചെയ്തതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞു. ഷജീർ പറയുന്നു അതിനെ നിരാകരിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് ഷജീറിന്റെ ചോദ്യം. നമ്മൾ എങ്ങനെയാണ് ഒരു സംഭവം, വാലിഡ് അല്ലാത്ത ഒരു സാധനത്തെ നമ്മൾ പരിഗണിക്കുക തന്നെ ചെയ്യണ്ടല്ലോ. നിങ്ങളൊരു അവകാശവാദം ഉന്നയിക്കും. അപ്പൊ ഷജീർ നാളെ എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ് ഞാനാണ് മഹദി ഇമാം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ വിശ്വസിക്കുമോ? വിശ്വസിക്കണോ? അത് പരിഗണിക്കൂല. അപ്പം പിന്നെ വേറൊരാൾ വന്നിട്ട് ഷജീർ ആണ് മഹദി ഇമാം എന്ന് വിശ്വസിക്കുന്ന ഒരു മൊല്യർ വന്നിട്ട് എന്നോട് പറയാണ് ഷജീർ മഹദി ഇമാം അല്ല എന്ന് നിങ്ങൾ എന്ത് ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വാദിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തായാലും മറുപടി പറയാം ഷജീറെ. കാരണം നിങ്ങളുടെ ആർഗ്യുമെന്റ്, നിങ്ങളുടെ വാദം, നിങ്ങൾ കൃത്യമായി വസ്തുനിഷ്ഠമായ ഒരു വാദം മുന്നോട്ട് വെക്കൂ. അപ്പൊ നമുക്കതിനെ വസ്തുനിഷ്ഠമായി ഗണിക്കാം. നിങ്ങൾ ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, തെളിവിന്റെ പിൻബലത്തിൽ ശാസ്ത്രീയമായ ഒരു വിഷയം നിങ്ങൾ അവതരിപ്പിക്കൂ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ നമുക്കതിനെ ശാസ്ത്രീയമായിട്ട് ഗണിക്കാം. അതല്ല അതിന്റെ രീതി. അപ്പൊ നിങ്ങളുടെ ആർഗ്യുമെന്റ് എന്താണോ അതിനനുസരിച്ചിട്ടല്ലേ കാര്യങ്ങൾ പറയാം. തീർച്ചയായിട്ടും ആ ഒരു അസ്തിത്വത്തെ, ആ ഒരു സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ നിരാകരിക്കാനുള്ള എന്ത് ശാസ്ത്രപരമായ, എന്ത് യുക്തിപരമായ അറിവാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള മറുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഷജീർ മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾ ഒന്നുകൂടി പറയാം. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് മനുഷ്യർ കാലാകാലങ്ങളായി വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി ഒരു പുതിയ ദൈവത്തെ പരിചയപ്പെടുത്തിയിട്ടില്ല. മുഹമ്മദ് നബി പുതിയതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി ആ കാലഘട്ടത്തെ മനുഷ്യർക്ക് മുഹമ്മദിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് അല്ലെങ്കിലേ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരടുത്ത് വന്നിട്ട് ആ സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവ് യഥാർത്ഥത്തിൽ ഈ സൃഷ്ടാവാണെന്നും ഈ സൃഷ്ടാവ് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ആ സൃഷ്ടാവെന്നും ആ സൃഷ്ടാവ് പറഞ്ഞതാണ്, ആൾ പറഞ്ഞയച്ചാണ് ഞാൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചാലേ നിങ്ങൾ ഈ സൃഷ്ടാവിന്റെ യഥാർത്ഥ അടിമകളാകുള്ളൂ എന്നും മറ്റുള്ള സൃഷ്ടാക്കളുമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൃഷ്ടാവ് കാലാകാലം നരകത്തിലിട്ട് പൊരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ആർഗ്യുമെന്റാണത്? മുഹമ്മദ് നബി ഏത് ദൈവത്തെ പരിചയപ്പെടുത്തിയെന്ന ഷജീർ പറയൂ? ഏത് ദൈവത്തെ? വസ്തുനിഷ്ഠമായിട്ടൊരു കാര്യം മുഹമ്മദ് സ്ഥാപിച്ചിട്ടില്ല. മുഹമ്മദ് ദൈവികത എന്ന് പറയുന്ന ഒരു സാധനം സ്ഥാപിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത് ഇസ്ലാമിന്റെ അടിസ്ഥാനം ദൈവികതയും ആത്മീയതയും അല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനം മുഹമ്മദാണ്. മുഹമ്മദിന് മുമ്പ് ഇസ്ലാമില്ല, മുഹമ്മദ് ഇല്ലെങ്കിലും ഇസ്ലാമില്ല. മുഹമ്മദിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ സങ്കല്പം
ഒരു അണുവീണ അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാലും ഇസ്ലാമില്ല. മുഹമ്മദ് ഇല്ലെങ്കിൽ ഇസ്ലാമില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുഹമ്മദാണ്. എന്ത് പ്രപഞ്ച സൃഷ്ടാവിന്റെ കാര്യം പറയുന്നത്? ഏത് സൃഷ്ടാവ്? ഏത് ദൈവം? എന്ത് തെളിവ്? എങ്ങനെയാണ് മുഹമ്മദ് പ്രപഞ്ച സൃഷ്ടാവിനെ സ്ഥാപിച്ചത്? നിങ്ങൾ പറയും. നിങ്ങൾ അതിന് വിശദീകരിച്ചു തരുന്നത് സിഫത്തുകളല്ലാതെ പറയുന്നുണ്ട്. നമുക്ക് അത് പിന്നെ പറയാം. എന്ത് ശാസ്ത്രപരമായ എന്ത് യുക്തിപരമായ അറിവാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുക്തിഭദ്രമായി നിങ്ങൾ വാദിക്കാത്ത, ഒരു മുന്നോട്ട് വെക്കാത്ത ഒരു വാദത്തെ യുക്തിഭദ്രമായി പൊളിക്കേണ്ട കാര്യമില്ല. കാരണം അത് യുക്തിഭദ്രമല്ലാത്തത് കൊണ്ട് അത് ഇറ്റ്സെൽഫ് ആ വാദം ഇൻവാലിഡ് ആണ്. എങ്ങനെയാണ് ഇനി ഷജീറിന് ഇത് മനസ്സിലാവുന്ന പോലെ പറഞ്ഞുതരാ എന്ന് മനസ്സിലായിട്ടില്ല. ശ്രമിക്കാം ഞാൻ, എന്നാലും ഞാൻ ശ്രമിക്കാം. ഈ വീഡിയോയിലല്ല, അടുത്ത വീഡിയോയിൽ ഈ ഭാഗം വളരെ വിശദമായിട്ട്, ഇതായിരുന്നല്ലോ ഷജീറിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഈ വീഡിയോ അദ്ദേഹം ചെയ്ത് ഞാൻ മറുപടി പറയാത്തതിലുള്ള അദ്ദേഹത്തിന്റെ വിഷമം കൊണ്ടാണ്. പക്ഷെ ഈ മറുപടിയിൽ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം എന്തുകൊണ്ട് ഇൻവാലിഡ് ആണ് എന്നതിന് യുക്തിഭദ്രമായ തെളിവ് ഷജീർ തന്നെ വെക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോ ഇനി മറുപടി ഒന്ന് ഹോൾഡ് ചെയ്യുന്നത്. ഷജീർ തന്നെ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇത് യുക്തിഭദ്രമല്ല നിങ്ങളോട് പറയും, ഈ വീഡിയോയിൽ തന്നെ പറയും. അവിടെയാണ് നിങ്ങൾ എന്നോട് പറയുന്നത് ഇത് മുഹമ്മദ് നബി അല്ല ആദ്യമായി കൊണ്ട് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോയിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെ പറയാൻ ഇത് എന്തെന്നാണ് പൊന്നെ? അറിഞ്ഞെന്നെ പറഞ്ഞതാണ്, മുഹമ്മദ് നബി പറഞ്ഞതല്ല. മുഹമ്മദ് നബി ചുറ്റിൽ നിന്ന് വാരിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ്, ഒരു പുതിയ കെട്ടുകഥയാണ്. ഏതുപോലെ നമ്മൾ പണ്ട് കാലം മുതൽ വായിക്കുന്ന പൂമ്പാറ്റ, ബാലമംഗളം, ബാലരമ, യുറീക്ക, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ബാലമാസികകൾ, ബോബനുമോളി തുടങ്ങി കുറെ കഥകൾ, കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ കൂടെ കണക്ട് ചെയ്ത് അതിൽ നിന്നൊരു കഥ എടുത്ത്, ഇതിൽ നിന്നൊരു കഥ എടുത്ത്, അതിൽ നിന്നൊരു കഥാപാത്രം എടുത്ത്, ഇതിൽ നിന്നൊരു കഥാപാത്രം എടുത്ത് കോർത്തിണക്കിയിട്ട് ഞാൻ വേറൊരു കഥാപുസ്തകം നിങ്ങളുടെ മുമ്പിൽ വെച്ചു എന്ന് വിചാരിക്കാം. അതല്ലാത്തൊന്നും സംഭവിച്ചിട്ടില്ല ഷജീർ. മുഹമ്മദ് സ്വന്തം നിലക്ക് പറഞ്ഞ ഒന്നും, മുഹമ്മദിന്റെ പ്രവാചകത്വം അല്ലാത്തതൊന്നും ഇസ്ലാമിലില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. മുഹമ്മദ് ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞതല്ലാത്ത ഒന്നും മുഹമ്മദ് പുതുതായിട്ട് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് പുതുതായിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, ആളുകൾ ഇപ്പൊ ദൈവം 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 എന്ന് നമ്മളൊരു പേര് പറയുന്നു. ആ പേര്, അതിന്റെ പേറ്റന്റ് സ്വന്തം അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. ദൈവം എന്ന് പറഞ്ഞാൽ അള്ളയാണ്, അള്ളാഹ് എന്ന് പറഞ്ഞാൽ ദൈവമാണ്. നമ്മൾ ഏതുപോലെ നമ്മൾ കോൾഗേറ്റ് എന്ന് പേസ്റ്റിന് പറയുന്നില്ല, ടൂത്ത് പേസ്റ്റിന് എന്നതുപോലെ അതാണ് ഇത് എന്ന് സ്വന്തം വാദിക്കുക. അള്ളാഹു എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന്റെ കേവലമായ ഒരു വിശേഷണം മാത്രമാണ് എന്നാണ് ഷജീർ പറയാൻ ശ്രമിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനം വരെ. അങ്ങനെ വന്ന ഇസ്ലാം പൊളിയും ഷജീറെ. ഷജീറിന് ഏതെങ്കിലും ഉസ്താദുമാർ വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അണ്ടകടാഹങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് എന്നത് മുഹമ്മദ് ആദ്യമായിട്ട് പറഞ്ഞതല്ല. അത്തരം കഥകളും അത്തരം സങ്കല്പങ്ങളും സിദ്ധാന്തങ്ങളും ദമ്പടി നാട്ടിലുണ്ട്. അത് ഇതാണെന്നും ഞാൻ അതിന്റെ ആളാണെന്നും ഞാൻ അങ്ങോട്ട് പറയുന്നു. വേറെ എന്താ സംഭവിച്ചത്? എന്താണ് ഇതിൽ കൺഫ്യൂഷൻ? എനിക്ക് മനസ്സിലായിട്ടില്ല. ഷജീറിന്റെ കൺഫ്യൂഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെയാണ് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്നുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞ പരാമർശത്തെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയും തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കാരണം പ്രവാചകൻ വന്നുകൊണ്ട് പറയുന്നത് ഞാൻ ഈ ആദർശത്തെ മുന്നോട്ട് വെക്കുന്നതിലെ അവസാനത്തെ കണ്ണിയാണ് എന്നാണ് മുഹമ്മദ് നബി പറയുന്നത്. എനിക്ക് മുൻപ് ഏകദേശം 1,25,000-ഓളം ഇത്തരത്തിലുള്ള പ്രവാചകന്മാർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ആ പറയുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു സ്വന്തം തള്ള് ഇതാണ് മുഹമ്മദ് ആകെ പറഞ്ഞത്. എന്ത്? മുന്നിൽ നാട്ടുകാർക്ക് അറിയാവുന്ന കഥകൾ, ഓരോ ആളുകൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് പരിചയമുള്ള കഥയും അവർക്ക് പരിചയമുള്ള കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളെയും അതിന്റെ പിന്മുറക്കാരനാണ് ഞാനെന്ന് പറയാൻ മുഹമ്മദ് ശ്രമിച്ചു. നമ്മളിവിടുത്തെ രാഷ്ട്രീയക്കാര് ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് പിന്നെ ഏത് ഭാഗത്താണ് വോട്ട് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളെ നിർത്തുകയും അതിനനുസരിച്ചുള്ള വേഷം കെട്ടുകയും ചെയ്യുന്നത് പോലത്തെ കളി അല്ലേ? നമ്മുടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ ഹിന്ദുത്വത്തിനെതിരെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നവർ പോലും ഉത്തരേന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷ ബെൽറ്റുകളിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദുത്വക്ക് വേരോട്ടുള്ള അവിടെ പോയി കഴിഞ്ഞാൽ അമിത്ഷാനേക്കാളും വലിയ ഹിന്ദുത്വവാദിയാണോ രാഹുൽ ഗാന്ധി എന്ന് തോന്നുന്ന തരത്തിൽ ഡ്രസ്സ് ധരിച്ചു പോകും. എന്തിനാ? അവരുടെ വോട്ട് കിട്ടാൻ. എന്നതുപോലെ മുഹമ്മദ് മക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് മക്ക ഖുറൈശികളും അവരുടെ ആരാധനകളും അവരുടെ ദൈവസങ്കല്പങ്ങളുമായിട്ടുള്ള ആളുകളുമായി സംവദിച്ചു. അവർ അള്ളാഹു ദൈവം എന്ന് പറയുന്ന ഈ ദൈവം അത് യഥാർത്ഥത്തിലുള്ള ദൈവമാണ്, ആ ദൈവം പറഞ്ഞ ആളാണ് ഞാനെന്നും, എന്നാൽ ഈ അള്ള മാത്രമേ ദൈവമുള്ളൂ എന്നും ബാക്കി ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ള സംഭവങ്ങളെ നിങ്ങൾ ആരാധിക്കരുതെന്നും പറഞ്ഞു. അവിടെ ക്ലച്ച് പിടിക്കൂല എന്ന് കണ്ട് മദീനയിലേക്ക് കച്ചവടം മാറ്റി സ്ഥാപിക്കേണ്ടുന്ന അവസ്ഥ വന്നപ്പോൾ അതിന് വേറെയും കാരണങ്ങളുണ്ട്. അങ്ങനെ വന്നപ്പം മുഹമ്മദ് 2-3 കൊല്ലം കൊണ്ട് വേറെ പദ്ധതി തയ്യാറാക്കി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ജൂതന്മാരെയാണ്. ജൂതന്മാരെ മാർക്കറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ സെന്റിമെന്റ്സ്, അവരുടെ വിശ്വാസം, അവരുടെ കഥകൾ, അവരുടെ ആരാധനകൾ എന്ന് തുടങ്ങിയ ചില സാധനങ്ങൾ കടമെടുത്ത് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളിൽ പെട്ടവൻ തന്നെയാണ്, നിങ്ങളെ പിന്മുറക്കാരനാണ്, നിങ്ങളെ കിതാബിലില്ലേ ഒരാൾ വരുന്നത്, ആ ആളാണ് ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിന്റെ തൊട്ട് മുൻപത്തെ വർഷം ഈ പറയപ്പെടുന്ന ആകാശയാത്ര എന്ന സംഭവം ഉണ്ടാവുന്നത്. കഥ നിങ്ങൾ കണക്ട് ചെയ്ത് വായിക്കണം. ആകാശയാത്ര സംഭവിക്കുന്നു. ആകാശയാത്രയ്ക്ക് ആകാശത്തേക്ക് ഉയർത്താൻ പ്രപഞ്ചത്തിന്റെ സെന്റർ, ഭൂമിയുടെ സെന്റർ ആയിട്ടുള്ള കഅബയുടെ മോളിൽ നിന്ന്
ഇതിന്റെ നേരെ മുകളിലാണ് അള്ളാന്റെ സിംഹാസനം കുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയോ? അങ്ങോട്ടേക്കാണ് നബി പോകുന്നത്. അതിനു വേണ്ടി ആ കഅബന്റെ പൊക്കത്തുനിന്ന് ഈ പറയപ്പെടുന്ന ഒരു കുതിരപ്പുറത്ത് നാട്ടിൽ കിടന്നുറങ്ങുമ്പോഴല്ലാതെ പച്ച വെളിച്ചത്തിൽ, പകൽ വെളിച്ചത്തിൽ അള്ള ഈ മുഹമ്മദിനെ ഈ ബുറാക്കിന്റെ പുറത്തുനിന്ന് ആ കഅബന്റെ മുകളിൽ നിന്ന് പൊക്കിയെങ്കിൽ മുഹമ്മദിന് ഹിജറ പോകേണ്ടി വരുമോ? അവിടുത്തെ ആൾക്കാർ മുഴുവൻ വിശ്വസിക്കൂലേ? അതിനാരും കാണാതെ രായ്ക്കിരായ്മാനം അള്ള എന്ത് ചെയ്തു? മുഹമ്മദിനെ ആദ്യം എങ്ങോട്ട് കൊണ്ടുപോയി? ബൈത്തുൽ മുഖദ്ദസ്, ജെറുസലേം എന്ന് പറയുന്ന ജൂതന്മാരുടെ വാഗ്ദത്ത ഭൂമിയിൽ അവരുടെ പുണ്യ പ്രദേശത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ആകാശത്തേക്ക് പോയി എന്ന കഥ മെനഞ്ഞു. എവിടത്തേക്കാ പോണേ? മുഹമ്മദ് മദീനയിൽ പോണം, അവിടെ ജൂതന്മാരോട് സംസാരിക്കണം, ജൂതന്മാർ കാത്തിരിക്കുന്ന പ്രവാചകനാണ്, ദൂതനാണ് ഞാൻ എന്ന് പറയണം. അതിന് ഈ കഥയുടെ എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടിയും നമ്മുടെ ചെറിയിൽ വേണം, അല്ലേ? അതിനു വേണ്ടി ഉണ്ടാക്കുന്ന കഥ നിങ്ങൾ കേട്ടോ. എന്നിട്ട് മുഹമ്മദിനെ അവിടെ നിന്ന്, ജെറുസലേമിൽ നിന്ന് ആകാശത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് മുഹമ്മദിന് സമ്മാനം കിട്ടിയത് എന്താ? ജൂതന്മാരുടെ ആരാധനയായിട്ടുള്ള നിസ്കാരം, അല്ലേ? ആ നിസ്കാരം 50 വക്ത നിസ്കാരമായിട്ട് സ്വന്തം ജനത കയറ്റിയ പൊങ്ങാത്ത നിസ്കാരം തലയിലേറ്റി മുഹമ്മദ് നബി ഇങ്ങനെ ആകാശം ഇറങ്ങി 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 വരുമ്പോ വഴിയിൽ ഇത് നിൽക്കണു. 1,00,000 ചില്ലോനം പ്രവാചകന്മാരുണ്ടായി. ആരെയും കണ്ടില്ല, തട്ടും തടച്ചിലും ഒന്നുമില്ല, ഒരു പ്രശ്നമല്ല. ലോൺ എടുക്കണു മൂസാ നബി അവിടെ. ആരാ മോസസ്? ആരാ മൂസാ നബി? മൂസാ നബി ജൂതന്മാര് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഉണ്ടോ? മൂസാ നബി മുഹമ്മദിനെ നിർത്തി, നിക്കവിടെ, ഞാനിങ്ങനെ അള്ളാനെ കാണാൻ പോയത്. എന്താ കാര്യം? ഇല്ല, ഒന്നുമില്ല, വെറുതെ ഉള്ള ഒരു വിസിറ്റ്. എന്നിട്ട് എന്താ സമ്മാനം കിട്ടിയ? കിട്ടി 50 വക്ത നിസ്കാരം. പൊന്നാരന്റെ മുഹമ്മദെ, 50 വക്ത നിസ്കാരം കൊണ്ട് ഈ നാട്ടിൽ പോയാൽ മനുഷ്യന്മാർക്ക് കക്കൂസ് പോകാൻ പോലും സമയം കിട്ടൂലല്ലോ. എങ്ങനെ പോലും കിടന്നുറങ്ങും? ഇവര് കുടുങ്ങിപ്പോകൂലേ? അതുകൊണ്ട് ഒരു കാര്യം ചെല്ല്, അള്ളഹാനോട് എന്തെങ്കിലും ഒന്ന് കുറച്ചു തരാൻ പറ. ആര് പറഞ്ഞേക്ക? മുഹമ്മദിനെ സഹായിക്കുന്നത് ആരാണ്? മോസസ്. എന്താ കയ്യിലുള്ളത്? നിസ്കാരം. എവിടുന്ന കയറി പോകുന്നത്? ബൈത്തുൽ മുഖദ്ദസ്, ജെറുസലേം. മുഹമ്മദിന്റെ ഒക്കെ തല ഇന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ, ഒരു രാഷ്ട്രതന്ത്രജ്ഞന്റെ തലയിലാണുള്ളതെങ്കിൽ ലോകം കീഴടക്കിയിട്ടുണ്ടാവും അയാൾ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഈ കഥ മെനഞ്ഞിട്ടാണ് മുഹമ്മദ് നിസ്കാരം കൊണ്ടിരുന്നു, നിസ്കാരം കയ്യിൽ കിട്ടി, നിസ്കാരം നിർബന്ധാക്കി കേട്ടോ, നിസ്കാരം നിർബന്ധാക്കി. അതിന് മുമ്പ് നിസ്കരിച്ചിട്ടൊക്കെ ഉണ്ട്, പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് ജൂതന്മാരെടുത്തുവാ. എന്നിട്ട് എവിടേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്? ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. ജൂതന്മാരുടെ പുണ്യപ്രദേശത്തേക്ക് മുഖം തിരിച്ചു നിന്നിട്ടാണ് നിസ്കാരവും പ്രാർത്ഥന. ഇതാണ്. അല്ലാതെ മുഹമ്മദ് എവിടുന്ന് എടുത്ത് കൊണ്ടുവന്നു എന്നാണ് ഷജീറെ. എന്നിട്ട് ജൂതന്മാരുടെ അടുത്ത് പരിപ്പ് വേവൂലെന്ന് മനസ്സിലായപ്പോൾ ജൂതന്മാരോടുള്ള കണക്ഷൻ വേർപ്പെടുത്തി നേരെ നിസ്കാരം ബൈത്തുൽ മുഖദ്ദസ് നിന്ന് കിബിലയിലേക്ക് തിരിച്ചു. എവിടത്തേക്ക്? കഅബയിലേക്ക്. അടുത്ത ടാർഗറ്റ് ഏതാ? കഅബ. ഇങ്ങനെ പറയില്ലേ, ആട്ടം മുട്ടിയാൽ കൊട്ടത്തളത്തിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് എന്നതുപോലെ മറ്റേ നടക്കൂല തോന്നി തിരിച്ച് കഅബയിലേക്ക് തിരിച്ചു പിടിച്ചു. ഇത്രേ ഉള്ളൂ ഷജീറ. ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭാരതത്തിലെ പുരാണങ്ങൾ അല്ലെങ്കിൽ വേദവാക്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ എടുത്തു കാണിച്ചത്. കൃത്യമായി കൊണ്ട് തന്നെ ആ വേദവാക്യങ്ങളിലും പറയുന്നത് ഏകനായ ആ ഒരു മഹാശക്തിയെ തന്നെയാണ് ഒരു സൃഷ്ടാവായി കൊണ്ട് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ബൈബിളിലെ വചനം എടുത്തു കാണിച്ചു, ഒരു ഏകനായ സൃഷ്ടാവിനെ തന്നെയാണ് അവിടെയും എടുത്ത് യേശു നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നത്. സകല പ്രവാചകന്മാരും, ഇപ്പൊ മുഹമ്മദ് നബി മാത്രമല്ല, അതിക്ക് മുൻപ് വന്ന യേശു, അതിക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർ മൂസ, ഈസ, അബ്രഹാം അല്ലെങ്കിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, ഈ പറയുന്ന എല്ലാ മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ചു തന്ന ഈ ഒരു അടിസ്ഥാന ആദർശമുണ്ടല്ലോ. ഒന്നാമത് ഇവരൊക്കെ കുറെ ഇങ്ങനത്തെ പേര് പറഞ്ഞ എല്ലാവരും പ്രവാചകന്മാരായിരുന്നു എന്നത് തന്നെ മുഹമ്മദ് തട്ടിക്കൂട്ടിയ കഥയില്ല. കാരണം മുഹമ്മദ് ബൈബിളിലെ കുറെ കഥാപാത്രങ്ങളെ എടുത്ത് പ്രവാചകന്മാരായി സങ്കല്പിച്ചു. പേരറിയാവുന്ന 25 നോക്കൂ, 1,25,000 പ്രവാചകന്മാരുണ്ടായിട്ട് ആകെ പേരറിയാവുന്നത് 25 ആൾ. അതായത് പേരറിയൽ നിർബന്ധമുള്ള പ്രവാചകന്മാരാണോ അല്ലേന്ന് ഉറപ്പില്ലാത്ത വേറെ കുറെ ആൾക്കാർ. ഈ കഥാപാത്രങ്ങളൊക്കെ ബൈബിളിലുള്ളതാണ്. എല്ലാ കഥാപാത്രങ്ങളും ബൈബിളിലുണ്ട്. ആദമിന്റെ സന്തതി പരമ്പര ബൈബിളിൽ പറയുന്നത് കൊണ്ട് കാര്യങ്ങൾ മുഹമ്മദിന് എളുപ്പമായി. അത്രയേ ഉള്ളൂ. ഇതിലൊക്കെ എന്താ ഉള്ളത്? അപ്പൊ ഇത്തരം ആളുകളൊക്കെ പറഞ്ഞ സംഭവം തന്നെയാണ് മുഹമ്മദ് പറഞ്ഞത് എങ്കിൽ അത് മുഹമ്മദ് എന്തിനു വേണ്ടിയിട്ടാണ് ആ കഥ, ഞാൻ അതിന്റെ പിന്മുറക്കാരനാണ്, ഞാൻ അവസാനത്തെ ആളാണെന്ന് പറഞ്ഞത് എന്നൊക്കെ ഉള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പോട്ടെ, ഇങ്ങനെ ഈ മതത്തിലെ സമൂഹങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ ഇവരുടെ ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഇവരുടെ പ്രവാചകന്മാർ കൊടുത്തയച്ച ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് അതേ ദൈവം അവരുടെ പിന്മുറക്കാരനായിട്ട് ഒരാളെ പറഞ്ഞയക്കുമ്പോൾ ഈ മനുഷ്യന്മാർക്ക് മനസ്സിലായില്ലേ, പിന്നെ ദൈവത്തിന് എന്തിനാ പറ്റുക? അപ്പൊ അതും പോരാഞ്ഞിട്ട് മുഹമ്മദ് ഈ പറഞ്ഞ കഥകളിൽ ഇവരൊക്കെ മുഹമ്മദിനോട് ആകെ ചോദിച്ചത് എന്താ? നിങ്ങൾ ദൈവത്തിന്റെ പ്രവാചകനാണെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഞങ്ങൾക്ക് എന്താ തെളിവ്? മുഹമ്മദ് എന്തെങ്കിലും തെളിവ് കൊടുത്തോ ഷജീറെ? അപ്പൊ അതിനു മുമ്പുണ്ടായിരുന്ന കെട്ടുകഥ, ആ കെട്ടുകഥയിലെ ഒരു ദൈവത്തെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പേര് സെലക്ട് ചെയ്യുന്നു. ആ പേരുകാരൻ പറഞ്ഞയച്ച ആളാണ് ഞാനെന്ന് അവകാശവാദം ഉന്നയിക്കുന്നു. മറ്റുള്ള ആളുകളെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടി, അവരുടെ പിന്തുണ കിട്ടാൻ വേണ്ടി അവരുടെ കഥകളിലെ ചില കഥാപാത്രങ്ങളെ കടമെടുക്കുന്നു, ചില ആരാധനകൾ കടമെടുക്കുന്നു. ഈ ഹജ്ജ് ആരുടെ ആരാധനയാ? പാഗൻ അറബിയുടെ, അവിടുത്തെ ഗോത്ര വിഭാഗത്തിന്റെ ആരാധനകൾ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ?
ഈ കഅബയ്ക്ക് ചുറ്റുമുള്ള മനുഷ്യർ ആ കഅബയെ പ്രദക്ഷിണം ചെയ്യുകയും അതിനപ്പുറത്തും ഇപ്പുറത്തും സഫയിലും മർവയിലും ആ കുന്നിന്റെ 2 കുന്നിന്റെ മുകളിലും ഓരോ പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു. അപ്പൊ കഅബയുടെ ഹജ്ജിന്റെ ഭാഗമായിട്ട് അവിടെ ചെല്ലുന്നവർ ഈ 2 പ്രതിഷ്ഠകൾക്കിടയിലും ഈ രണ്ടിടത്തും നടക്കുമായിരുന്നു, ഈ രണ്ടിടത്തും കൂടി പോകുമായിരുന്നു. അത് അതുപോലെ തിരിച്ചു വെച്ചിട്ടില്ലേ ഹജറുൽ അസ്വദ്. ഉമർ പറഞ്ഞില്ലേ മുഹമ്മദ് നബി മുത്തിയതുകൊണ്ട് ഞാൻ മുത്തുന്നു, അല്ലെങ്കിൽ ഞാൻ എടുത്ത് പൊട്ടക്കിണറ്റിലിട്ടേനെന്ന് ഉമർ പറഞ്ഞില്ലേ? ഉമറിന് തൃപ്തി ഉണ്ടോ ഹജറുൽ അസ്വദ് മുത്തുന്നതിനെ സംബന്ധിച്ച്? മുഹമ്മദ് നബി മുത്തി അതുകൊണ്ട് മുത്തുന്നു, അല്ലെങ്കിൽ കല്ലേ ഞാൻ നിന്നെ മുത്തുവോ എന്ന് ഉമർ ചോദിച്ചിട്ടുണ്ട്. സഫ മർവയുടെ ഇടയിൽ ഞങ്ങള് ഷിർക്കിന്റെ കാലത്ത് നടന്നിരുന്നു, ജാഹിലിയ കാലത്ത് ഹജ്ജിൽ ഞങ്ങൾ സഫ മർവയിൽ നടന്നിരുന്നു, അത് നമ്മൾ നടക്കണോ നബി എന്ന് ചോദിച്ചപ്പം നടന്നുകൂട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു മുഹമ്മദ്. എന്താണ് നിങ്ങൾ പറയുന്നത് ഷജീറെ? നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട്, ഈ കാണുന്നതൊന്നും തനിയെ ഉണ്ടായതല്ല, ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ആസൂത്രികനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ നമ്മുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞത് നുണയാണ്, ഇവരെല്ലാം നമ്മളെ പറ്റിക്കുകയായിരുന്നു. ഈ പറയുന്ന ഈ കഴിഞ്ഞു പോയ സകല പ്രവാചകന്മാരും പറഞ്ഞത് കളവാണ് എന്ന് പറയാനുള്ള എന്ത് സത്യമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്ത് യുക്തിപരമായ അറിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്ത് ശാസ്ത്രപരമായ അറിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നതായിരുന്നു ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അതാണ് പറഞ്ഞത് ഷജീറെ. ഇത് കഥകൾ, കെട്ടുകഥകളാണ്, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത തെളിവില്ലാത്ത നാടോടി കഥകളാണ്. ക്രോഡീകരിക്കപ്പെട്ടതും ക്രോഡീകരിക്കപ്പെടാത്തതുമായ നാടൻ കഥകൾ, നാട്ടറിവുകൾ, അന്ധവിശ്വാസങ്ങൾ. അത്തരം കുമാരം കൂടിയ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പലതും പെറുക്കിയെടുത്ത് ഒരു പ്രത്യേക ഓർഡറിൽ മുഹമ്മദ് നബി പറഞ്ഞുണ്ടാക്കിയതല്ലാത്ത ഒന്നും ഇസ്ലാം എന്ന് പറയുന്ന സാധനമായിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഇവരെല്ലാവരും പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ദൈവം, അതിനെ വസ്തുനിഷ്ഠമായി ഇവരെല്ലാവരും യോജിക്കുന്ന തരത്തിൽ എന്ത് തെളിവാണ് എവിടെ സ്ഥാപിച്ചിട്ടുള്ളത്? യുക്തിഭദ്രമായ തെളിവാണെങ്കിൽ ഷജീർ ഇപ്പൊ തന്നെ നിരത്തും. ശാസ്ത്രീയമായ തെളിവ്, ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് ഇതിനെ നിരാകരിക്കാനും യുക്തിഭദ്രമായിട്ട് നിരാകരിക്കാനുള്ള തെളിവല്ലേ വേണ്ടേ? അത് ഷജീർ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടേ, അത് നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാം, ഞാനായിട്ട് പ്രത്യേകം പറഞ്ഞു തരണ്ട. അപ്പൊ ഒന്നാമത് ഇത് യുക്തിഭദ്രമായ ഒറ്റ പരിശോധനയിൽ പ്രഥമ ദൃഷ്ട്യാ ഈ സംഭവങ്ങൾ ചേരുമ്പടി ചേരാത്തതാണ്, നമുക്ക് ബോധ്യപ്പെടും, തള്ളിക്കളയും. ഇനി നിങ്ങളൊരു തെളിവ് സ്ഥാപിക്കും. ഇപ്പൊ ഷജീർ വെക്കും തെളിവ്, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, തെളിവ് വെക്കൂ, നമുക്ക് പരിശോധിക്കാം. ആ അസ്തിത്വത്തെ നിരാകരിക്കാനുള്ള, ഞാൻ വീണ്ടും ചോദിക്കാൻ ആവർത്തിക്കുകയാണ്, ആവർത്തന വിരസത വന്നേക്കാം, എന്ത് ശാസ്ത്ര അറിവാണ്, എന്ത് യുക്തിപരമായ അറിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങൾ മറുപടി പറയാതെ ഒളിച്ചോടരുത് ലിയാഖത്തലി. ഒളിച്ചോടിക്കൊണ്ടാണ് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ യൂട്യൂബിൽ ചെന്നിരുന്നുകൊണ്ട് ഉസ്താദ് റോസ്റ്റിംഗ് നടത്തുന്നതെങ്കിൽ, ഇസ്ലാമിനെ അവഹേളിക്കുന്നതെങ്കിൽ നിങ്ങളൊരു വളരെ മോശപ്പെട്ട മനുഷ്യനാണ് എന്ന് പറയേണ്ടി വരും. നിങ്ങൾ ഇനിയും അത് പറയുകയാണെങ്കിൽ എനിക്ക് നിർവാഹമൊന്നുമില്ല. കാരണം സാമാന്യമായ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ, എനിക്ക് പറയാവുന്ന രീതിയിലൊക്കെയുള്ള മറുപടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ചോദ്യത്തിനാണ് ഇത്ര നേരം മറുപടി പറഞ്ഞത്, കഴിഞ്ഞ വീഡിയോയിൽ മറുപടി പറഞ്ഞത്, ഇവിടെയും മറുപടി പറയും. യുക്തിഭദ്രമായ തെളിവ്, ശാസ്ത്രീയമായ തെളിവ്, അത് ഷജീർ തന്നെ ഈ വീഡിയോയിൽ പറയുന്നത് വീണ്ടും കേൾപ്പിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും പ്രവാചകൻ പഠിപ്പിച്ച ഈ ഒരു അടിസ്ഥാന ആശയമുണ്ടല്ലോ, ഈ അടിസ്ഥാന ആശയത്തിന് ഉത്തരം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് പ്രവേശിക്കാം. പ്രവാചകന്റെ റിസാലത്ത്, ഈ പറയുന്ന ഒരു സൃഷ്ടാവിന്റെ അസ്തിത്വത്തിന്റെ ആ ഒരു അസ്തിത്വത്തിന്റെ പ്രവാചകനാണോ മുഹമ്മദ് നബി എന്ന് അന്വേഷിക്കുന്ന പ്രവാചകന്റെ റിസാലത്ത് നമുക്ക് അന്വേഷിക്കാം. തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം. ഓക്കെ, അത് അന്വേഷിക്കാം. അതറിയാലോ. അപ്പൊ നമുക്ക് ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം എന്ന് നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നാട്ടിലുള്ളതും കെട്ടുകഥകളിലുള്ളതും കേട്ടുകേൾവിയിലും മറ്റു മതസമൂഹങ്ങളിലുള്ളതായിട്ടുള്ള വിശ്വാസ സങ്കല്പങ്ങൾ, ദൈവസങ്കല്പങ്ങൾ. ആ ദൈവസങ്കല്പത്തിൽ നിന്നുള്ള ഒരു പുതിയ പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഒന്ന് അയാളോട് അതിന് തെളിവ് ചോദിക്കും. അന്ന് അത് ചോദിച്ചു, കൊടുത്തിട്ടില്ല. ഇന്ന് ഞാൻ ചോദിക്കണു, കിട്ടിയിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നതിന് ഒരു തെളിവും, അള്ളാഹു ആണ് ദൈവം എന്നാണ് സങ്കല്പിച്ചിട്ട് ഞാൻ പറയാം, അങ്ങനെ ഒരു തെളിവില്ല. അതൊക്കെ പോട്ടെ ഷജീറെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, മുഹമ്മദിന്റെ അടുത്ത് വന്നത് ജിബിരിയിലാണ് എന്ന് മുഹമ്മദ് എങ്ങനെയാണ് ഉറപ്പിച്ചത്? അത് പറഞ്ഞു തന്നാൽ മതി. നിങ്ങൾ അതൊന്ന് പറഞ്ഞുതരും. ഈ റിസാലത്തുമായിട്ട് വന്ന ആള് ജിബിരിയിലാണല്ലോ, നുബൂവത്തിന്റെ അടയാളമായിട്ടുള്ള വഹയുമായിട്ട് വന്നത് ജിബിരിയിലാണല്ലോ. അത് വന്നത് അള്ള പറഞ്ഞയച്ച ജിബിരിയിലാണ് എന്ന് മുഹമ്മദ് നബി എങ്ങനെയാണ് ഉറപ്പിച്ചത്, കൺഫേം ചെയ്തത്? ഷജീർ ബാക്കിയൊക്കെ വിട്ടാളി, ഇത് മാത്രമാണ് പറഞ്ഞു തന്നാൽ മതി. അവിടുന്നാണല്ലോ ഈ റിസാലത്ത് എന്ന് പറയുന്ന അവകാശവാദന തുടങ്ങുന്നത്. എന്താ തെളിവ്? ഷജീറിന് അറിയെങ്കിൽ പറഞ്ഞോ, അല്ലെങ്കിൽ അറിയാവുന്ന ഉസ്താദുമാരെ വിളിച്ചിട്ട് വന്നോ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ഇനി നമ്മളിങ്ങനെ വീഡിയോ ഇട്ട് കളിക്കണ്ട. ഷജീർ തയ്യാറുള്ള ദിവസം പറഞ്ഞാൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഇവിടെ ഇരുന്ന് ലൈവിൽ സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. തുടർന്ന് ഈ പറയുന്ന മുഹമ്മദ് നബി മുന്നോട്ട് വെക്കുന്ന ഈ ദൈവിക കാഴ്ചപ്പാട്, ആ ദൈവിക കാഴ്ചപ്പാടിന്റെ ഗുണഗണങ്ങളുണ്ട്, സിഫത്തുകൾ. അഥവാ നിങ്ങൾ തന്നെ പറയുന്ന ദേഷ്യപ്പെടുന്ന ഒരു അള്ളാഹ്, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ഇടപെടുന്ന അള്ളാഹ്, ഇതൊക്കെ ഒരു സൃഷ്ടാവിനെ യോജിച്ചതാണോ എന്നത് നമുക്ക് പരിശോധിക്കാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതിന്റെ അടിത്തറയായിക്കൊണ്ടുള്ള, ഇതിന്റെ ബേസ് ആയിക്കൊണ്ടുള്ള ഈ പറയുന്ന സകല പ്രവാചകന്മാരും പഠിപ്പിച്ച ഒരു സൃഷ്ടാവിന്റെ അസ്തിത്വമുണ്ടല്ലോ. ഈ ഒരു സൃഷ്ടാവിന്റെ അസ്തിത്വത്തെ കുറിച്ച് ഞാൻ തർക്കിക്കാറില്ല. ഇതിനൊരു സൃഷ്ടാവുണ്ട് എന്നൊരാൾ വിശ്വസിക്കുകയാണ്, ആയിക്കോട്ടെ. നമ്മൾ എന്തിനാണ് കലഹിക്കുന്നത്? ഷജീറിന് തോന്നുകയാണ് ഈ പ്രപഞ്ചങ്ങളൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ജഗന്നിയന്താവായ ഒരു സൃഷ്ടാവ്, സർവശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. എനിക്കെന്താ കുഴപ്പം? ഷജീറിനോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ ദൈവത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന്.
അതിന് തെളിവില്ല എന്ന് എൻ്റെ ബോധ്യമാണ്. അതെനിക്ക് തെളിവ് കിട്ടാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള വാശിയൊന്നും എനിക്കില്ല. ഇല്ല എന്നാണ് എൻ്റെ ബോധ്യം. ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല, തെളിവില്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഇത്രയേ ഉള്ളൂ ഷജീറെ. ഇനി ആ ദൈവത്തിന് ഷജീർ അള്ളാഹു എന്ന പേരാണ് കൊടുക്കുന്നതെന്ന് വെച്ചോ, നമുക്കെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമല്ലെന്നേ. ഇത് നമ്മളുടെ ഷജീറിന്റെ ബുദ്ധിക്ക് അനുസരിച്ച് ജീവിക്കുന്നു, ഞാൻ എൻ്റെ ബുദ്ധിക്കും ചിന്തക്കനുസരിച്ച് ജീവിക്കുന്നു. നമ്മൾ തമ്മിൽ എന്തിനാണ് ക്യാ പോട്ടി ക്യാ ചകട ആവശ്യമില്ലല്ലോ. നമ്മൾ സുഹൃത്തുക്കളല്ലേ, നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാം, എനിക്കിതില്ലാന്ന് വിശ്വസിക്കാം. പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ, ഇനി എങ്ങാനും ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം സ്വന്തം സൃഷ്ടികളായി സ്വന്തം ഉദ്ദേശത്തിൽ പടച്ച് പരിപാലിച്ച് മുന്നോട്ട് വിട്ടുള്ള സൃഷ്ടികളിൽ ഒരു വിഭാഗത്തെ അടിമകളാക്കി വെക്കുന്ന, അതിനെ അനുവദിക്കുന്ന, അതിന് നിയമം, അടിമക്കച്ചവടത്തിന്റെ നിബന്ധനകൾ വഹിയായിട്ട് ഇറക്കി കൊടുക്കുന്ന ഒരു ഏഴാംകൂലി ദൈവമായിരിക്കുമോ എന്ന് നമുക്ക് ചോദിക്കാലോ. ആ ദൈവത്തിന്റെ മതത്തിൽ ആ ദൈവം പറഞ്ഞതായിട്ട് പറയപ്പെടുന്ന നിയമങ്ങളാണ് മനുഷ്യ സമൂഹത്തിൽ എല്ലാവരും പിന്തുടരേണ്ട നിയമം എന്ന് ഷജീർ പറയുമ്പോൾ മാത്രം പ്രശ്നം, അല്ലെ പ്രശ്നമില്ല, അല്ലെ നമ്മൾ തമ്മിൽ പ്രശ്നമില്ല. ഏറ്റവും സഹിഷ്ണുതയുള്ള മതം ഇസ്ലാമാണ്, ഏറ്റവും സമാധാനമുള്ള മതം ഇസ്ലാമാണ്, ഇസ്ലാം അല്ലാത്തതൊന്നും സത്യമല്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കും, തെളിവ് ചോദിക്കും. നിങ്ങൾ ആ തെളിവായിട്ട് മുന്നോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾ പരിശോധിക്കും, സാമൂഹ്യ നിയമങ്ങൾ എടുത്ത് പരിശോധിക്കും, പരസ്പരം മനുഷ്യരെങ്ങനെയാണ് പരിഗണിക്കുന്നത്, പെരുമാറേണ്ടത്, രാജ്യത്ത് നിയമമായി നിലനിൽക്കുന്ന സംവിധാനങ്ങൾ, അതിൽ മനുഷ്യർ പരിഗണിക്കപ്പെടുന്നത്, ഇതൊക്കെ ആലോചിക്കും, അന്വേഷിക്കും, അതിന്റെ നിയമങ്ങൾ പരിശോധിക്കും. അതാണ് ചെയ്യുന്നത്, അതാണ് എൻ്റെ പണി. ഞാൻ എല്ലാ കാലത്തും പറയുന്നത് ഇതിന്റെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളാണ് എൻ്റെ പ്രശ്നമുള്ളൂ. ഇപ്പൊ ഷജീർ നിസ്കരിക്കുന്നുണ്ട്, നിസ്കരിച്ചോ? നോമ്പ് നോൽക്കുന്നുണ്ട്, നോമ്പ് നോറ്റോ? ഷഹാദത്ത് കലിമ രാവിലെ ഉച്ചക്കും വൈകുന്നേരം ചൊല്ലുന്നു, ചൊല്ലിക്കോ. എന്താ പ്രശ്നം? ആർക്കെങ്കിലും എന്താ പ്രശ്നം ഉണ്ടോ? പക്ഷെ നോമ്പ് നോറ്റാൽ ഇന്ന അസുഖങ്ങൾ മാറും എന്ന് പറഞ്ഞിട്ട് ഷജീർ ഒരു വീഡിയോ ചെയ്ത് നോക്കിയേ, ഞാൻ മറുപടി പറയും, പരിശോധിക്കും. നിസ്കാരത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തോ, അത് പരിശോധിക്കും. അതിന് എന്നെ ആരോഗ്യ ഗുണങ്ങളുണ്ടോ? ഒരു എക്സസൈസ് ആണ്, എല്ലാ ജോയിന്റ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ഒരാൾ 5 പ്രാവശ്യം ഒന്ന് കുമ്പിട്ട് നീരുന്നത് നല്ലതാണ്, ചെയ്തോളി. അതേ സമയത്ത് അതുകൊണ്ട് നിങ്ങളുടെ കിഡ്നി സ്റ്റോൺ പോകും എന്നും, അല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് നോറ്റാൽ നിങ്ങളുടെ പല അസുഖങ്ങളും വരാതിരിക്കുമെന്നും അങ്ങനെ നിങ്ങൾ പറഞ്ഞു നോക്കിയേ. അത് ശാസ്ത്രീയമായിട്ട് തെളിവുണ്ടോ നോക്കും, ഇല്ലെങ്കിൽ തള്ളും. നിങ്ങൾ ഹജ്ജ് ചെയ്യണത് പൈസ ഉണ്ടോ? പോയി നാടൊക്കെ കണ്ടിട്ട് വാ, നമുക്ക് എന്താ കുഴപ്പം? നിങ്ങളുടെ വിശ്വാസമോ നിങ്ങൾ വ്യക്തിപരമായിട്ട് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ആരാധനയോ എന്റെ വിഷയമല്ല. ഇനി നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കാത്തത് എനിക്കത് ബോധ്യമില്ലാത്തതുകൊണ്ടാ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ വിചാരിക്കാത്തത് എനിക്ക് ആ കാര്യത്തിൽ ചില ബോധ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഇസ്ലാമാണ് ഏറ്റവും സമ്പൂർണമായിട്ടുള്ള മതം എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ഇസ്ലാമിനേക്കാളും മികച്ച ദൈവികമായ ചിന്തയുള്ള മതങ്ങൾ വേറെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന് അവകാശവാദത്തിന് അർഹതയില്ല. മുഹമ്മദ് നബിയാണ് പെൺകുട്ടികൾക്ക് ജീവിക്കാൻ അവകാശം കൊടുത്തതെന്ന് പറഞ്ഞാൽ ഏത് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കും അറിയില്ലേ മുഹമ്മദ് നബി ആമിന എന്ന് പറയുന്ന സ്ത്രീ പ്രസവിച്ചതാണെന്ന്, മുഹമ്മദ് നബി ഖദീജ എന്ന് പറയുന്ന ഭാര്യ ഉണ്ടായിരുന്നുവെന്ന്, മുഹമ്മദ് നബിക്ക് 12 ഭാര്യമാർ 13 ഭാര്യമാരുണ്ടായിരുന്നെങ്കിൽ ആ നാട്ടിലെ പെൺകുട്ടികളെ മുഴുവൻ കൊല്ലല്ലായിരുന്നു എന്ന് ആർക്കാ മനസ്സിലാവാത്ത? ഇതേ ഇസ്ലാം 4 ഭാര്യമാരായിട്ട് ഇസ്ലാമിലെ കല്യാണം പരിമിതപ്പെടുത്തുന്നതിന്റെ കാരണമായിട്ട് പറഞ്ഞത് അവിടെ അറബ് നാടുകളിൽ അന്നത്തെ കാലത്ത് അനിയന്ത്രിതമായ വിവാഹമായിരുന്നു എന്നാണ്. ഓരോ മനുഷ്യനും തോന്നുന്ന അത്രയും പെണ്ണിട്ടായിരുന്നു എന്നാണ്. അത് നിയന്ത്രിച്ചിട്ട് 4 ആക്കിയതാണ് പടച്ചോൻ ചെയ്തത് എന്നാണ് വിശ്വാസികൾ പറയുക. അക്ബർ സാഹിബൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പെൺകുട്ടികൾ ജനിച്ചു വീടിനോടത്ത് അവരെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന, പെൺകുട്ടികൾക്ക് ജീവിക്കാൻ അവകാശമില്ലാത്ത ഒരു നാട്ടില് ഇങ്ങനെ തോന്നിയ പോലെ പെണ്ണിട്ടാൻ എവിടുന്ന് പെൺകുട്ടികളെ കിട്ടിയിരുന്നു? വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് പ്രദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു അന്ന്? ഇതൊക്കെയാണ് യുക്തിഭദ്രമായ തെളിവുകൾ ഷജീറെ. അപ്പൊ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന അവകാശവാദങ്ങൾ, അതിന്റെ ദൈവികത, അതിന്റെ നൈതികത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അത് മാനവികമാണോ, മനുഷ്യന് ഗുണമുള്ളതാണോ, മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്നതാണോ, മറ്റു മനുഷ്യർക്ക് പ്രശ്നമുണ്ടാക്കുന്നതാണോ, ഇത് വിശ്വസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതാണോ, ആലോചിക്കും, മറുപടി പറയും. അത്രേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ദൈവത്തിന്റെ അസ്തിത്വം, അതിന്റെ DNA പരിശോധന എന്റെ പണിയല്ല. ഈ പറയുന്ന സകല പ്രവാചകന്മാരും പഠിപ്പിക്കുന്നത് ഒരു സൃഷ്ടാവിനെ പറ്റിയുള്ള അറിവ് പറഞ്ഞു തരിക മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അവർ പഠിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അല്ലയോ മനുഷ്യരെ, നിങ്ങൾ എന്ന് പറയുന്നത് കേവല പദാർത്ഥം മാത്രമല്ല, പദാർത്ഥാതീതമായ ആത്മാവ് എന്ന് പറയുന്ന, റൂഹ് എന്ന് പറയുന്ന ഒന്നുകൂടി കൂടിച്ചേർന്നതാണ് മനുഷ്യൻ എന്ന് ഈ പറയുന്ന സകല പ്രവാചകന്മാരും, മുഹമ്മദ് നബി മാത്രമല്ല പഠിപ്പിക്കുന്നത്, ഈ പറയുന്ന സകല പ്രവാചകന്മാരും പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ മുതൽ മതത്തിന്റെ, സൃഷ്ടാവിന്റെ, പ്രപഞ്ചത്തിന്റെ എന്താ പറയാ നെടുന്തൂണായ ദൈവത്തിന്റെ തെളിവുകൾ ഷജീർ പരിശോധിക്കാണ്. ഇതിനകത്തൊരു ദൈവികതയില്ല. ഈ ദൈവത്തിന്റെ അസ്തിത്വം എന്ന രീതിയിൽ ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും അടിസ്ഥാനമില്ലാത്ത അബദ്ധങ്ങളും അന്ധവിശ്വാസങ്ങളും മാത്രമാണ് എന്ന് ഷജീർ ഇവിടെ വിശദീകരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റൂഹ്. എന്താണ് റൂഹ്? ആത്മാവ്. ഇസ്ലാമിൽ കഴിഞ്ഞ 25-30 വർഷം കൊണ്ട് റൂഹും ആത്മാവും
അല്ലെങ്കിൽ ജീവനും ആത്മാവും രണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് കാലത്ത് അതില്ല. പണ്ട് കാലത്ത് റൂഹ്, ജീവൻ തന്നെയായിരുന്നു റൂഹ്, റൂഹ് തന്നെയാണ് ജീവൻ, ആത്മാവ് തന്നെയായിരുന്നു ജീവൻ, ജീവൻ തന്നെയായിരുന്നു ആത്മാവ്. ആത്മാവ് ഉള്ളപ്പോൾ ജീവനുണ്ട്, ആത്മാവ് ഊരിയെടുത്താൽ ജീവൻ പോകുന്നു. ഇതായിരുന്നു സങ്കല്പം. പക്ഷെ ഇപ്പൊ അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതെന്താ നമുക്ക് വഴിയ ആവശ്യമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇപ്പം നൈസായിട്ട് റൂഹ് എന്ന് പറഞ്ഞാൽ വേറെയും ആത്മാവ് എന്ന് പറഞ്ഞാൽ വേറെയാക്കി മാറ്റിയിട്ടുണ്ട്. ഇത് ഏതാ സാധനം? ഇതിന് രണ്ടിനും കൂടി ചേർത്ത് ഒറ്റ വാക്കേ ഖുർആനിലുള്ളൂ, റൂഹ്. അപ്പം തരാതരം പോലെ ചിലയിടത്ത് റൂഹിന് ആത്മാവ് എന്നും ചിലയിടത്ത് ജീവൻ എന്നും പേര് വെക്കും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ദൈവത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നതിന്റെ ഒരു തെളിവാണ് റൂഹ്. ദൈവത്തിന്റെ അസ്തിത്വം പുകയായി പോകുന്ന 3 തെളിവുകൾ ഷജീർ ഇവിടെ വെക്കുകയാണ്. ഞാൻ പറയുന്നതല്ല, ഷജീർ പറയുന്നതാണ്. ഒന്ന് റൂഹ്, രണ്ടാമത്തത്. അതുപോലെ തന്നെ ഈ പറയുന്ന സകല പ്രവാചകന്മാരും പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മരണം എന്ന് പറയുന്നത് പദാർത്ഥാധിഷ്ഠിതമായ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട പറയുന്നതിനെയാണ് മരണം എന്ന് ഈ പറയുന്ന സകല പ്രവാചകന്മാരും പഠിപ്പിക്കുന്നുണ്ട്. ഷജീറിനോട് ഒറ്റ ചോദ്യം, മരണം എന്ന് പറഞ്ഞാൽ ജീവൻ അറ്റുപോകുന്നതാണോ? ജീവൻ, അതായത് അസ്രായേൽ വന്നിട്ട് ഊരിയെടുക്കുന്നത് ജീവനാണോ ആത്മാവാണോ? ആ ഒരു കുത്തിൽ പൊട്ടിപ്പോകാവുന്ന കുഞ്ഞു ബലൂൺ മാത്രമാണ് ഇസ്ലാം. ഈ വിഷയത്തിൽ ആത്മീയത, ദൈവികത എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ നടക്കണ്ടല്ലോ. ആ കൂട്ടത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുമ്പോൾ അസ്രായേൽ വന്ന് ഊരിക്കൊണ്ടുപോകുന്നത് റൂഹ് എന്നത് ആത്മാവാണോ ജീവനാണോ? അത് രണ്ടും കൂടിയാണോ? രണ്ടും ഒന്നാണോ? രണ്ടും രണ്ടാണോ? അസ്രായേൽ വന്നിട്ട് ഊരുന്നത് ജീവനാണോ റൂഹാണോ? അസ്രായേൽ വന്ന് ഊരിക്കൊണ്ടുപോകുന്നത് റൂഹ് ആത്മാവാണെങ്കിൽ ഇയാൾ എപ്പോഴാണ് മരിക്കുന്നത്? മരണം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് ആത്മാവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ദൈവവിശ്വാസത്തിൽ, സൃഷ്ടിവാദത്തിലുള്ള കഥകളിലെ ഒരു വലിയ അബദ്ധമാണ്. ജീവിതം, ജീവൻ, മരണം, റൂഹ്. ഇന്ന് നമുക്കറിയാം എന്താണ് മരണം, എന്താണ് ജീവൻ എന്ന്. തലച്ചോറിന്റെ പ്രവർത്തനം തിരിച്ചു കിട്ടാനാവാത്ത തരത്തിൽ നിലച്ചു പോകുന്നത് എപ്പോഴോ അത് മരണം. അത്രേ ഉള്ളൂ മരണം. എന്തൂരിപ്പോകുന്നു എന്നാ, ആരൂരിക്കൊണ്ടുപോകുന്നു എന്നാ. ഇതാണ് ദൈവത്തിന്റെ അസ്തിത്വം സ്ഥാപിക്കാൻ വേണ്ടി മുൻകാലത്തെ തുടങ്ങി പ്രവാചകന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള രണ്ടാമത്തെ തെളിവ്. ഇനി മൂന്നാമത്തെ തെളിവ്. ഈ പറയുന്ന സകല പ്രവാചകന്മാരും പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മനുഷ്യൻ എന്ന് പറയുന്നത് കേവല നിരർത്ഥക സൃഷ്ടിയല്ല, മരണത്തോടു കൂടി ഇല്ലാതാകുന്ന ഒരു നിരർത്ഥക സൃഷ്ടിയല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യന് വ്യത്യസ്തമായ അർത്ഥതലങ്ങളുണ്ട് എന്ന് ഈ പറയുന്ന പ്രവാചകന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പുനർജീവിത മനുഷ്യനുണ്ട് എന്ന് ഈ പ്രവാചകന്മാർ പഠിപ്പിക്കുന്നുണ്ട്. തെളിവൊന്നുമില്ല, പുക മാത്രം. കാരണം ഈ പുനർ സൃഷ്ടിപ്പിന് വേണ്ടിയിട്ട് ഊരിയെടുക്കുന്ന സാധനമാണ് എന്ത്? റൂഹ്, ആത്മാവൊക്കെ. ഈ രണ്ട് സാധനം ഓൾറെഡി പുകയായ സ്ഥിതിക്ക് എന്ത് പുനർജന്മം, എന്ത് ഖബർ, എന്ത് വിചാരണ? വസ്തുനിഷ്ഠമായിട്ട് തെളിവ് വെക്കൂ ഷജീറെ, അപ്പോഴല്ലേ നമുക്ക് വസ്തുനിഷ്ഠമായി ഗണ്ണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രവാചകന്മാരെല്ലാം പറഞ്ഞത് കളവാണ്, ഇവരെല്ലാവരും നുണയന്മാരാണ് എന്ന് പറയാൻ നമ്മുടെ കയ്യിൽ കൃത്യമായ തെളിവ് വേണം, കൃത്യമായ സത്യം നമ്മുടെ കയ്യിൽ വേണം. ഇതുണ്ടെങ്കിലല്ലേ നമുക്ക് ഇതെല്ലാം ഉപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അവർ പറഞ്ഞ നുണയാണോ വിവരക്കേടാണോ എന്ന് വേർതിരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. പക്ഷെ മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യം നുണയാണ്, ഞാൻ ദൈവത്തിന്റെ അടുത്തുള്ള പ്രവാചകനാണ് എന്ന് പറഞ്ഞത് നുണയാണ്. അത് അബദ്ധവിശ്വാസമോ അന്ധവിശ്വാസമോ പോലും അല്ല. മുഹമ്മദ് ശുദ്ധമായ നുണ പറഞ്ഞതാണ്. അന്ന് വരെ ഉണ്ടായിരുന്ന ദൈവകഥകൾ, ആ ദൈവകഥകളിലെ പല കഥാപാത്രങ്ങളും കേവലം കഥാപാത്രങ്ങൾ മാത്രമാണ്, ജീവിച്ചിരുന്നു എന്നതിന് പോലും തെളിവില്ലാത്ത കഥാപാത്രങ്ങൾ, കെട്ടുകഥകൾ. അത്തരം കെട്ടുകഥകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് പറഞ്ഞ ഒരു കളവിന്റെ പേരാണ് ഇസ്ലാം. അത് നമുക്ക് ഉറപ്പിച്ച് പറയാം. അത് മുഹമ്മദ് ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടി തെളിവ് വെച്ചാൽ ദ വെരി നെക്സ്റ്റ് സെക്കൻഡ് നമ്മളത് തുറന്നു കാണിക്കും, പൊളിച്ചു തരും. ആ ഒരു ചലഞ്ചായിട്ട് ഷജീർ എടുത്തോളൂ. എനിക്കറിയാം ലിയാഖത്തിൽ, ഞാനിപ്പോൾ പറഞ്ഞു വെച്ച ഈ കാര്യങ്ങളുണ്ടല്ലോ, അഥവാ ഈ പ്രവാചകന്മാർ പഠിപ്പിച്ച സൃഷ്ടാവിന്റെ ഒരു അസ്തിത്വമുണ്ട്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വെച്ച ഒരു ആത്മാവിനെ പറ്റിയുള്ള ഈ പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന അറിവുണ്ട്, അതുപോലെ തന്നെ മരണത്തെ വിവരിച്ചുകൊണ്ട് ഈ പ്രവാചകന്മാർ നമുക്ക് പറഞ്ഞു തന്ന അറിവുണ്ട്, അതുപോലെ തന്നെ ഒരു മരണാനന്തര ജീവിതത്തെ പറ്റി ഈ പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന ആ ഒരു അറിവുണ്ട്. ഇതൊന്നും നമ്മുടെ ശാസ്ത്ര ടൂളിന്റെ ഉള്ളിൽ വരുന്നതല്ല എന്ന് എനിക്കറിയാം. ഇതൊന്നും നമുക്ക് സയൻസ് വെച്ചിട്ട് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അത് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ, നിങ്ങൾ പറയുകയാണ് ഷജീറ ഇതൊന്നും നമ്മുടെ സയൻസിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് സയൻസിന്റെ പരിധിയിൽ വരുന്ന അടുത്തതിലേക്ക് കടക്കാമല്ലോ. എന്റെ പൊന്നാര ഷജീറിന് ഓൾറെഡി അറിയാവുന്ന കാര്യം ഞാൻ ഇനി അങ്ങനെയല്ല എന്ന് വേറെ പറഞ്ഞു തരണോ? നിങ്ങൾക്ക് എന്ത് പറ്റി ഷജീറെ? എനിക്കറിയാവുന്ന ഷജീർ ഇങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്കും വിശകലനങ്ങൾക്കും പുറത്താണ്, പ്രപഞ്ചാതീതമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അവിടം വെച്ച് രക്ഷപ്പെട്ട് ഓടിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾ ഇടലാണോ അത്? നിങ്ങൾ ഇട്ടിട്ട് പ്രപഞ്ചത്തിന് പുറത്തു പോയി നിൽക്ക്, കുഴപ്പമില്ല. ഇവർ പ്രവാചകന്മാർ ദൈവികമം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് തന്നു എന്ന് പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ കഥകളുണ്ടല്ലോ, ആ കഥകൾ അബദ്ധമോ വിവരക്കേടോ അറിവില്ലായ്മയോ കെട്ടുകഥകളോ അന്ധവിശ്വാസമോ ആണ് എന്ന് സാമാന്യമായി 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ ഭൗതിക വിദ്യാഭ്യാസം കൊടുത്താൽ ഏത് കുട്ടിക്കും മനസ്സിലാവും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, കുട്ടികളുടെ തലച്ചോറ് ആ ഒരു ആയി വരുന്നതിന് മുമ്പ് കൊണ്ടുപോയിട്ട് ഈ മതം, ഈ കഥകൾ കുത്തി അതിനകത്ത് കലക്കിയിടാതിരുന്നാൽ, സ്വതന്ത്രമായിട്ടൊരു കുട്ടിയെ വളർത്തി ശാസ്ത്രീയമായിട്ടുള്ള വിവരം വിദ്യാഭ്യാസം കൊടുത്ത് കുട്ടിയെ ഒരു ഹൈസ്കൂൾ തലത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഷജീർ പറഞ്ഞ ദൈവത്തിന്റെ അസ്തിത്വത്തിന് പ്രവാചകന്മാർ പണ്ട് മുതലേ പറഞ്ഞ തെളിവുകൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ,
അത് മുഴുവൻ കഥകളാണെന്നും അബദ്ധമാണെന്നും പണ്ട് കാലത്ത് അറിവില്ലാത്ത ആളുകൾ സങ്കല്പിച്ചുണ്ടാക്കിയതാണെന്നും മനസ്സിലാവും. ഇനി ഇത്തരം അവകാശവാദങ്ങൾ, ഈ ദൈവത്തിന്റെ അസ്തിത്വം നമുക്ക് വിശകലന വിധേയമാക്കാൻ കഴിയാത്തതാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ, മനുഷ്യന്റെ യുക്തിക്ക് നിരക്കാത്തതാണ്, ശാസ്ത്രീയമായ വിശകലനത്തിന് സാധ്യതയില്ലാത്തതാണ് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ, പിന്നെ അതിന് യുക്തിഭദ്രമായിട്ട് അതിനെങ്ങനെ നിഷേധിക്കും? ശാസ്ത്രീയമായിട്ട് അതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എന്ത് തെളിവാണ് ഉള്ളത് എന്ന് ചോദിക്കുന്നതിനേക്കാളും വലിയ മണ്ടത്തരം ഈ നൂറ്റാണ്ടിൽ വേറെ എന്താ ഷജീറെ? ഞാൻ പറയണം എന്ത്? ദൈവം, ആത്മാവ്, റൂഹ്, മരണാനന്തര ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യാൻ പറ്റാത്ത പ്രപഞ്ചാതീതമായ എന്തോ ഒരു സാധനമാണ് എന്ന് ഞാൻ പറയണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അതാണ് എന്ന് ഷജീറിന് അറിയാമെന്നാണ് ഷജീർ പറയുന്നത്. അങ്ങനെയാണ് ഷജീറിന്റെ ബോധ്യമെങ്കിൽ ആ സാധനങ്ങൾക്ക് വസ്തുനിഷ്ഠമായ വിശകലനത്തിനും പരിശോധനക്കും സാധ്യതയില്ലാത്ത ഒരു സാധനത്തിന് നമ്മൾ ശാസ്ത്രീയമായും വസ്തുനിഷ്ഠമായും യുക്തിഭദ്രമായും നെഗേറ്റ് ചെയ്യണം എന്ന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കണമെങ്കിൽ നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ടാവും? എന്തെങ്കിലും അവസ്ഥ? ഇപ്പോ ഈ പറയുന്ന മുഹമ്മദ് നബിയുടെ റിസാലത്ത് അത് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന, അതൊരു പദാർത്ഥാതീതമായ ഒരു കാര്യമൊന്നുമല്ലല്ലോ. അത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ ഈ ഒരു കാര്യം ഇത്തരത്തിലൊന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. എന്തൊരു കഥ! ഞാനത് പറഞ്ഞാലേ ഷജീർ അതിന്റെ അപ്പുറത്തേക്കാണ് കിടക്കുള്ളൂ. എനിക്ക് എന്തായാലും അങ്ങനെ ഭാരിച്ച ഗുരുത്വമൊന്നും വേണ്ട. മീൻസ് ഭയങ്കര ഒരു ഗുരുവായിട്ട് ഷജീറിന് എങ്ങനെ ഡയറക്ഷൻ ഒക്കെ തരാൻ പറ്റുന്ന അത്തരം കഴിവുള്ള ആളൊന്നുമല്ല ഞാൻ. ഷജീറിനെ ഒരു കാര്യം ഞാനാണ് പറഞ്ഞാലും ഷജീർ അപ്പുറത്ത് കിടക്കുള്ളൂ. അങ്ങനെയൊന്നും വേണ്ട. ഷജീറിന് വഴിക്ക് പോകും. ഇത് പ്രപഞ്ചാതീതമായ ഒരു സാധനമൊന്നും അല്ലല്ലോ മുഹമ്മദ് നബിയുടെ റിസാലത്ത് എന്നാണ്. അതെന്താ? ജിബ്രീലിന്റെ DNA സാമ്പിളൊക്കെ നിങ്ങളെ കയ്യിലുണ്ടാവും? അതോ ജിബ്രീലിന്റെ ഫോട്ടോ ഉണ്ടോ? അന്ന് ജിബ്രീൽ ഹിറാ ഗുഹയിലേക്ക് വന്നപ്പോൾ അവിടെ ഹിറാ ഗുഹയുടെ ഫ്രണ്ടിൽ വെച്ചിരുന്ന CCTV ക്യാമറയിൽ പതിഞ്ഞ ജിബ്രീലിന്റെ ചിത്രം ഉണ്ടോ? പ്രപഞ്ചാതീതമായ സങ്കല്പമൊന്നും അല്ലല്ലോ പ്രവാചകന്റെ റിസാലത്ത്. പിന്നെ എന്താണ് മുഹമ്മദ് പറഞ്ഞൊരു വിടൽ എന്നതിൽ കവിഞ്ഞ് എന്താണ് ഷജീറെ? ഇനി നുണ നമുക്ക് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിക്കാൻ പറ്റില്ല? പറ്റും. മുഹമ്മദിന്റെ റിസാലത്ത് പ്രപഞ്ചാതീതമായ പദാർത്ഥാതീതമായ ഒരു സംഭവമല്ല എന്നും അത് വസ്തുനിഷ്ഠമായും തെളിവിന്റെ അടിസ്ഥാനത്തിലും പരിശോധിക്കാനും സ്ഥാപിക്കാനും നിങ്ങൾ തയ്യാറാണ് എന്നാണ് ഇപ്പൊ പറഞ്ഞതെങ്കിൽ അത് കുറച്ച് താല്പര്യമുള്ള വിഷയമാണ്. നിങ്ങൾ വരും. അങ്ങനെ നിങ്ങൾ സ്ഥാപിച്ചാൽ മുഹമ്മദിന്റെ പ്രവാചകത്വം എന്ന് പറയുന്ന ആ നിക്കറുണ്ടല്ലോ, അത് ഞാൻ 8 ഗിറാക്കി കൈതരാം. എത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ. ഷജീർ നിങ്ങൾ വരി. തുടർന്ന് മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന ഈ പറയുന്ന ഒരു ദൈവിക കാഴ്ചപ്പാടിന്റെ സിഫത്തുകളുണ്ട്, ഗുണഗണങ്ങൾ. അതൊരു ദൈവത്തിന് ഈ പറയുന്ന മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച്, നമുക്കറിയാം ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം എത്രയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തല ചിലപ്പോൾ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്രമാത്രം വിശാലമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അത്രമാത്രം വിശാലമായ, അത്രമാത്രം സങ്കീർണമായ ഒരു ദൈവത്തിന്റെ ഗുണഗണത്തിന് ചേർന്നതാണോ മുഹമ്മദ് നബി മുന്നോട്ട് വെക്കുന്ന ഒരു സൃഷ്ടാവിന്റെ സിഫത്തുകൾ എന്നത് നമുക്ക് അടുത്തതായിക്കൊണ്ട് പരിശോധിക്കാം. അതൊക്കെ നല്ല താല്പര്യമുള്ള വിഷയമാണ്. നല്ല ഞെരിപ്പൻ സാധനങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. എന്ത്? ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ ആ ദൈവത്തിന് ചേർന്ന പണിയാണോ മുഹമ്മദിലൂടെ അള്ള ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്ന് നമുക്ക് പരിശോധിക്കാന്നല്ലേ ഷജീർ പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ട് പരിശോധിച്ചു പോയാലും അള്ള പുകയാവും. ഷജീർ ഇസ്ലാം എന്ന് പറയുന്ന മതം മുന്നോട്ട് വെക്കുന്ന ദൈവസങ്കല്പം കേവലം ആവിയാണ്. അതിനകത്ത് യാതൊരു സ്കോപ്പും ഇല്ല. ദൈവവിശ്വാസിയായി നിൽക്കണം എന്നാണ് ഷജീറിന് ആഗ്രഹമെങ്കിൽ വേറെ വല്ല മതവും തേടി പോകുന്നതായിരിക്കും ഷജീറിന് അഭിമാനത്തിനും ആത്മവിശ്വാസത്തിനും നല്ലത്. അള്ളാഹു എന്ന് പറയുന്ന ഒരു മതം, ദൈവവും ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതവും അത് വെച്ചിട്ട് ഒരു ആത്മീയ ജീവിതം അസാധ്യമാണ്. അതിനകത്ത് അങ്ങനെ ഒരു സാധനമില്ല. കാരണം ഷജീർ ഇപ്പൊ പറഞ്ഞതുപോലെ ആ അള്ള മനുഷ്യർക്ക് വേണ്ടി ഇറക്കിയ നിയമങ്ങൾ, മുഹമ്മദിന്റെ കൂടെ കൂടിയിട്ട് ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ, മുഹമ്മദിനും സംഘത്തിനും ആവശ്യാനുസരണം ഇറക്കി കൊടുത്ത ആയത്തുകൾ, അതിന്റെ നിലവാരം എല്ലാം കൂടെ വെച്ച് പരിശോധിച്ചാൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അവിടെ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കിക്കെടുക്കാൻ വേണ്ടി മുഹമ്മദ് നിയോഗിച്ച ഒരു കാര്യസ്ഥൻ എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതിനെ റെഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഖുർആൻ ആയത്തുകളുണ്ട്. ഞാൻ ഒരു സങ്കല്പം, ഒരു സാഹചര്യം വരെ. ഒരു യുദ്ധത്തിന് പോയിട്ട് അവിടെയുള്ള സ്ത്രീകളെ, ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടി, അവിടെയുള്ള സ്ത്രീകളെ അടിമകളാക്കി പിടിക്കുന്നു. അപ്പൊ ആ പിടിച്ച കൂട്ടത്തിൽ ഈ പിടിച്ച സ്ത്രീകളുടെ ചില ഭർത്താക്കന്മാർ, ചില സ്ത്രീകൾക്ക് ഭർത്താക്കന്മാർ ജീവനോടെ ഉണ്ട്, അവർ അടിമകളായി പിടിച്ചിട്ടുണ്ട്. അപ്പൊ അടിമകൾ എന്തായാലും ഇവർക്ക് വീതിച്ച് കിട്ടിയാൽ ഇവരുടേതാണല്ലോ. അപ്പൊ ഈ സ്ത്രീകളുടെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുന്നു. അപ്പൊ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുക അത്തരം സ്ത്രീകൾ അടിമ സ്ത്രീകളാണെങ്കിലും അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് ഒരു വിമ്മിഷ്ടം, ഒരു അസ്വസ്ഥത. അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊരു തോന്നൽ. എന്ന് പറഞ്ഞാൽ മുഹമ്മദിന്റെ കാലത്തെ ഷജീറിനെ പോലെയുള്ള ശുദ്ധാത്മാക്കൾ മുഹമ്മദിന്റെ ഈ കൊള്ളസംഘത്തിൽ പോലും ഉണ്ടായിരുന്നു എന്ന് സാരം. അപ്പൊ അത് സംശയമായി. അപ്പൊ തന്നെ ആയത്തിറക്കി കൊടുത്തു. മറ്റുള്ളവരുടെ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ ഒഴികെ. എന്ന് പറഞ്ഞാൽ വീതം വെച്ചെടുത്ത യുദ്ധ തടവുകാരികളാണെങ്കിൽ ഭർത്താവ് ഉണ്ടോ ഇല്ലയെന്നൊന്നും നോക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു പടച്ചോൻ പറയാൻ പറ്റുന്ന വാക്കാണോ അത് ഷജീറെ?
ആലോചിച്ച് നോക്കിയാണ്, നല്ലോണം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കിയാ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം നിരാലംബരായി നിൽക്കുന്ന തന്റെ സൃഷ്ടികളായിട്ടുള്ള ഒരു കൂട്ടം സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ ജീവനോടിരിക്കുമ്പോ ആ ഒന്നും നിങ്ങൾ കാര്യമാക്കണ്ട, അത് നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ട് ആയത്തിറക്കും. ഇനിയും തെളിവ് വേണേ തരാം, ഇഷ്ടംപോലെ തെളിവുണ്ട്. ഖുർആൻ നിറച്ചും അള്ളാഹുവും ദൈവവും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് മുഴുവൻ വചനങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത് ഈ ഒരു കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം സയൻസിന്റെ പരിധിയിൽ വരുന്നതല്ല ഷജീറെ എന്ന ഒരു മറുപടിയാണ് ഞാൻ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നമുക്ക് അങ്ങനെയാണെങ്കിൽ അടുത്തതിലേക്ക് പ്രവേശിക്കാമല്ലോ. ഇനി എന്റെ മറുപടി കിട്ടായിട്ട് വേണ്ട, ഇതൊന്നും വസ്തുനിഷ്ഠമായി തെളിയിച്ചിട്ടില്ലാത്തതാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ഇത് അതിന് പുറത്ത് സാധ്യതയുള്ളതാണെന്നുള്ള വാദമൊന്നും എനിക്കില്ല. വസ്തുനിഷ്ഠമായ തെളിവ് എന്റെ പരിശോധനയിൽ എനിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് അടുത്തേക്ക് കിടക്കാലോ അല്ലേ, എന്ത് റിസാലത്തും അള്ളാന്റെ ഗുണവും. വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഒളിച്ചോടരുത്. നിങ്ങൾ ഒളിച്ചോടി എവിടം വരെ നിങ്ങൾക്ക് ഒളിച്ചോടാൻ സാധിക്കും? എത്ര കൊല്ലം നിങ്ങൾക്ക് ഇങ്ങനെ ഒളിച്ചോടിക്കൊണ്ട് നിങ്ങളുടെ വീടിന്റെ അകത്തിരുന്നുകൊണ്ട് യൂട്യൂബിലൂടെ ഇങ്ങനെ ഇസ്ലാമിനെ തെറി പറഞ്ഞ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും? തീർച്ചയായും നിങ്ങൾ രംഗത്ത് വരൂ. നമുക്ക് മാന്യമായിക്കൊണ്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്, മാന്യമായിക്കൊണ്ടല്ലേ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും മാന്യമായ രീതിയിൽ തന്നെ ആ ചോദ്യത്തിനോട് പ്രതികരിക്കുക. തീർച്ചയായിട്ടും ചോദ്യത്തിനോടും ഷജീറിന്റെ വികാരങ്ങളോടും ഷജീറിന്റെ ചിന്തകളോടും ആഗ്രഹങ്ങളോടും നിരാശയോടും വിഷമത്തോടും കുണ്ഠിതത്തോടും ഒക്കെ സല്ലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷജീർ എന്നെ സല്ലാപത്തിനാണ് വിളിക്കുന്നത്, ഞാൻ അതിനും തയ്യാറാണ്. നമുക്ക് സൗഹൃദ സല്ലാപങ്ങൾ, സൗഹൃദ സംഭാഷണങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണ്. ഷജീർ വന്ന തൃപ്തിയായി. പിന്നെ നമ്മളൊക്കെ എവിടെ ഒളിച്ചോടാനാ? ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് ഷജീർ ഒരു പോക്കാണ് പൊയ്ക്കളയരുത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ മറുപടി വരണം. നിങ്ങൾക്കറിയാം എന്നെ, നിങ്ങൾ ആ ചോദ്യത്തിനെ മാറ്റിവെച്ചുകൊണ്ട് ഏതെങ്കിലും മേഖലയിലേക്ക് പോയി അത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതിൽ വന്ന് കൊത്തുന്ന ആളല്ല ഞാനെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യത്തിൽ നിന്നുകൊണ്ട്, ഞാൻ ആ മുന്നോട്ട് വെക്കുന്ന പോയിന്റിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ പോയിന്റിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് എന്തെല്ലാമോ നിങ്ങൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൽ തൊടില്ല എന്ന് നിങ്ങൾക്കും അറിയാം. ഞാൻ ഒന്നുകൂടി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മിപ്പിച്ചതിന് നന്ദി. അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം, നമ്മൾ തമ്മിൽ നടത്തിയിട്ടുള്ള ഫോൺ സംഭാഷണം, അതേപോലെ തന്നെ നമ്മൾ തമ്മിലുള്ള വോയിസ് ചാറ്റ് എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചതല്ലാത്തതൊന്നും നിങ്ങൾ പറയൂല എന്ന് എനിക്ക് നന്നായിട്ട് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് അപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ നമ്മൾ വേണമെങ്കിൽ വീഡിയോ മീൻസ് ഓഡിയോ ഒക്കെ കേൾപ്പിച്ചു തരാം. ഷജീർ നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം ഇല്ല. നിങ്ങൾ ഇതുപോലെ ചോദിക്കോളൂ. അള്ളാഹിനെ കുറിച്ച് പറയാൻ പാടില്ല, മുഹമ്മദ് നബിനെ കുറിച്ച് പറയാൻ പാടില്ല, യുദ്ധത്തെക്കുറിച്ച് പറയാൻ പാടില്ല, അടിമത്തത്തെക്കുറിച്ച് പറയാൻ പാടില്ല, സ്ത്രീവിരുദ്ധ നിയമങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല. പിന്നെയോ ദൈവമുണ്ടല്ലേ, ദൈവത്തിന്റെ അസ്തിത്വം എങ്ങനെ നിരോധിക്കും, എങ്ങനെ നിഷേധിക്കും? ശാസ്ത്രീയമായ തെളിവുണ്ടോ? ദൈവികതയ്ക്ക് ശാസ്ത്രീയമായ തെളിവുണ്ടോ? ഇത് മാത്രമേ ഷജീർ പരിഗണക്കെടുക്കുള്ളൂ. എന്നിട്ടോ ഉത്തരം മുട്ടും എന്ന് കണ്ടാൽ ഷജീർ മഅസ്സലാമ എന്നിട്ട് പോവും. വേറെ പ്രശ്നമൊന്നുമില്ല. ഷജീർ ആള് ഡീസൻ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് മാന്യമായിക്കൊണ്ട് തന്നെ ചർച്ച ചെയ്ത് നമുക്കിത് പഠിച്ചു പോകാം. ഒരുപാട് ആളുകളുണ്ട് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അറിയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ഞാൻ സംസാരിക്കുന്നത് ഒരു മതത്തെ പറ്റിയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാനൊരു മതത്തെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. ഞാൻ സംസാരിക്കുന്നത് ജീവിതത്തെ പറ്റിയാണ്, മനുഷ്യനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മനുഷ്യന്റെ പാസ്റ്റിനെ പറ്റി, പ്രസന്റിനെ പറ്റി, ഫ്യൂച്ചറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ ഇവിടെ നമ്മൾ ഇന്ന് കാണുന്ന ഒരു മതസങ്കല്പമുണ്ടല്ലോ, ആ ഒരു മതസങ്കല്പത്തെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് മറുപടി പറഞ്ഞു തുടങ്ങി മറുപടി അവസാനിപ്പിച്ചപ്പോഴത്തേക്കും മതത്തിന്റെ ആളായി നിന്നാൽ സംഗതി കയ്യിൽ നിന്ന് പോകുന്ന ഷജീറിന് അപ്പോഴേ മനസ്സിലായിട്ടുണ്ടെന്ന് അർത്ഥം. ഇത്ര നേരം പറഞ്ഞിട്ട് ഷജീർ ഇസ്ലാമിന്റെ ആളാണ് എന്ന് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഷജീർ ഏതോ ഒരു മതത്തിന് വേണ്ടി, ഏതോ ഒരു ദൈവത്തിന് വേണ്ടി, ഏതോ ഒരു പ്രത്യേക മതവിശ്വാസത്തിന് വേണ്ടി സംസാരിച്ച ആളാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയാലുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുത്. എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഷജീർ കേവലമായ മനുഷ്യന്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ച ആളായിട്ടാണ് അദ്ദേഹത്തെ തോന്നിയത്. അദ്ദേഹം മതത്തിന്റെ ആളായിട്ട് എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. ഇതല്ല ഷജീറെ പറഞ്ഞത്. നിങ്ങളൊരു നിഷ്കളങ്കനായ മനുഷ്യനാണ്, നിങ്ങളൊരു സാധുവാണ്, നിങ്ങളോട് എനിക്ക് സഹാനുഭൂതിയുണ്ട്. നിങ്ങളിൽ ഞാൻ ഒരു പഴയ എന്നെ കാണുന്നു. സത്യമായിട്ട് പറയാ, നിങ്ങളുടെ ഈ അന്വേഷണം നിങ്ങൾ ഇവിടെ ഇപ്പൊ വെച്ച് അവസാനിപ്പിക്കാനാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഗതി വരും. കാരണം ഇതേ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത് ഷജീറെ. എന്റെ 20, 21, 22, 23 വയസ്സിൽ ഞാൻ കടന്നുപോയ മാനസികാവസ്ഥയിൽ, വാദഗതികളിൽ, ആവേശത്തിൽ ആണ് ഇപ്പൊ ഷജീർ ഉള്ളത്. നിന്റെ പോക്ക് അപകടത്തിലേക്കാണ് എന്നാണ് ഏതൊരു സിനിമയിലില്ലേ, ഈ ഹരിഹർ നഗറിന്റെ 3-ാം ഭാഗം 4-ാം ഭാഗം എന്തിറങ്ങിയപ്പോ അതിനകത്തുണ്ടായില്ലേ, ഈ പോക്ക് അപകടത്തിലേക്കാണ്. അതാണ് എനിക്ക് ഷജീറിനോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ലിയാഖത്തിൽ നിങ്ങൾ ഒളിച്ചോടരുത്. നമുക്ക് മാന്യമായിട്ട് സംസാരിക്കാം. ഞാനൊരു യുക്തിവാദിയാണെന്നാണ് ഞാൻ സ്വയം വിചാരിക്കുന്നത്. ഞാനൊരു യുക്തിവാദിയാണ്, ഞാനൊരു ശാസ്ത്രബോധമുള്ള വ്യക്തിയാണ്. ശാസ്ത്രം കണ്ടെത്തപ്പെട്ട ഒരു കാര്യത്തിനും എതിരായി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഞാനെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പ്രവാചകനിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ ഒരു സൃഷ്ടാവിൽ വിശ്വസിക്കുന്നുണ്ട്, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് സല്ലപിക്കാം ലിയാഖത്തിൽ. നിങ്ങൾ ഒളിച്ചോടരുത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഐ ഹഗ് യു. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. നിങ്ങൾക്ക് നന്മയുണ്ടാവട്ടെ, നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം സമാധാനം ഉണ്ടാവട്ടെ. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷങ്ങൾ എത്രയും പെട്ടെന്ന് അയവ് വരട്ടെ. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എന്നെ ഒരു സുഹൃത്തിനെ പോലെ പരിഗണിക്കുന്നതിൽ, സംസാരിക്കുന്നതിൽ, സല്ലാപത്തിന് വിളിക്കുന്നതിലൊക്കെയുള്ള എൻ്റെ നന്ദി നിങ്ങളോട് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു, സ്നേഹം അറിയിക്കുന്നു.
ഞാൻ ഉറച്ചു നിൽക്കുന്നു, ഷജീർ ഒരു നല്ല മനുഷ്യനാണ്, ഷജീർ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ്. പക്ഷെ ഷജീർ പറയുന്ന വാദഗതികൾക്ക് അതിൻ്റെ തെളിവായിട്ട് നിങ്ങൾ കയ്യിലിരിക്കുന്ന ഖുർആാനിനെയും മുഹമ്മദിനെയും ആശ്രയിക്കുന്ന കാലത്തോളം നിങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ദുഃഖവും സ്വപ്നവും ഇടകലർന്ന വികാരങ്ങൾ മാത്രമായിട്ട് നമ്മൾ തമ്മിലുള്ള സല്ലാപങ്ങളും സംഭാഷണങ്ങളും ഒരുപക്ഷെ ഇനിയും തുടർന്നേക്കാം. എന്തായാലും ഞാൻ ഏതൊരു വിഷയത്തിലാണോ നിങ്ങൾക്ക് മറുപടി തരാതിരുന്നത് ആ വിഷയത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ചില വിശദീകരണങ്ങളോടുകൂടി ആ വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള ചില വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ഷജീറിനുള്ള മറുപടി എന്ന രീതിയിൽ ഞാൻ അതിൽ വീഡിയോ ചെയ്യും. ഒരിക്കലും നമ്മൾ അമാന്തം കാണിക്കില്ല, മടി കാണിക്കില്ല. ഷജീറിനെ ഇനിയും നമ്മൾ നിരാശപ്പെടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോയും കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം ഷജീർ അടുത്ത മറുപടി ചെയ്താൽ മതി. അല്ലെങ്കിൽ എല്ലാം കൂടെ ചെയ്ത് ഷജീർ എന്താ പറയുക, ചടച്ചു. അതുകൊണ്ടാണ് ബുദ്ധിമുട്ടും ഇടങ്ങാറാവരുത്. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, സമാധാനമായിട്ട് പരിഹാരം ഉണ്ടാക്കാം. ഒന്നും ടെൻഷൻ അടിക്കില്ല കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരോടുള്ള സ്നേഹം, നന്ദി അറിയിക്കുന്നു.